والسلام على من لا نبي بعده. صحيح الترغيب والترهيب كتاب الصلاة لا تفصل. الترهيب من وضع اليد على الخاصرة في الصلاة. നിസ്കാരത്തിൽ അരക്കെട്ടിൽ കൈവെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിനെ വിരോധിച്ചുകൊണ്ടുള്ള ഹദീസുകളാണ്. അഥവാ അരയിൽ ഇങ്ങനെ കൈവെക്കുക എന്നുള്ളത്. عن أبي هريرة رضي الله عنه قال نهي عن الخصر في الصلاة. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിസ്കരിക്കുന്ന സമയത്ത് അരക്കെട്ടിൽ കൈവെക്കുക എന്നുള്ളത് വിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. മറ്റൊരു വായത്തിൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ യുസല്ലി അർ-റജുലു മുഖ്തസിറൻ. നിസ്കാരത്തിൽ അങ്ങനെ കൈവച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നിടത്ത് യഅനി യളഉ യദഹു അലാ ഖാസിറതിഹി, ഒരാൾ അവന്റെ കൈ അരക്കെട്ടിൽ വെക്കുന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിസ്കാരത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ചില രൂപങ്ങൾ, ചില ഇരുത്തങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൽപ്പെട്ടൊരു കാര്യമാണ് ഇങ്ങനെ കൈ വെക്കുക എന്നുള്ളത്. അത്തർഹീബു മിനൽ മുറൂറി ബൈന യദൈ അൽ മുസല്ലി, നിസ്കരിക്കുന്ന ഒരാളുടെ മുൻപിലൂടെ നടക്കുന്നത് അതിൻ്റെ ഗൗരവവും അത് വിരോധിച്ചിട്ടുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ. عن أبي الجهيم عبد الله بن الحارث بن سمة الأنصاري قال قال رسول الله صلى الله عليه وسلم لو يعلم المار بين يدي المصلي ماذا عليه لكان أن يقف 40. നിസ്കരിക്കുന്ന ഒരാളുടെ മുമ്പിലൂടെ നടന്നു പോകുന്ന ഒരാൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അതിന്റെ ഗൗരവം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ അവിടെ കാത്തു നിൽക്കുമായിരുന്നു. 40 എന്ന് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ റാവികൾക്ക് സംശയമുണ്ട്, 40 ദിവസമാണോ 40 മാസമാണോ 40 വർഷമാണോ ഉദ്ദേശിച്ചത് എന്ന്. എന്നിരുന്നാലും അത്രത്തോളം കാത്തിരിക്കേണ്ടി വന്നാലും നിസ്കരിക്കുന്ന ഒരാളുടെ മുന്നിലൂടെ കടന്നു പോകരുത്. ആ കടന്നു പോകുന്നത് ഖൈറൻ ലഹു മിൻ അയ്യമുറ ബൈന യദൈ, ആ 40 ദിവസം കാത്തു നിൽക്കലാണ് അവൻ ഈ കടന്നു പോകുന്നതിനേക്കാൾ, നിസ്കരിക്കുന്ന ഒരാളുടെ മുമ്പിലൂടെ കടന്നു പോകുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത്. قال أبو النضر لا أدري قال 40 يوما أو شهرا أو سنة, 40 ദിവസമാണോ മാസമാണോ വർഷമാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് റാവി പറയാം. അതായത് നിസ്കരിക്കുന്ന ഒരാൾ അയാൾ മറ സ്വീകരിച്ചിരിക്കണം. അഥവാ അയാളുടെ സുജൂദിന്റെ സ്ഥലവും കഴിഞ്ഞ് ഒരു കുറഞ്ഞ ഒരു സ്ഥലത്തിനുള്ളിൽ അയാൾ മറ സ്വീകരിച്ചിരിക്കണം. അതിനിടയിലൂടെ മറ്റുള്ള ആളുകൾക്ക് നടക്കുക എന്നുള്ളത് വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നിസ്കരിക്കുന്ന ഒരാൾ അയാളുടെ മുന്നിലൂടെ നടക്കാൻ യഥേഷ്ടം അനുവദനീയമായിരുന്നെങ്കിൽ അയാളുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? കാരണം നിസ്കാരം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള മുനാജാത്താണ്. അപ്പോൾ ആ അടിമയ്ക്ക് അവന്റെ ഖുശൂഇന് കോട്ടം തട്ടുന്ന, അവന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒരു തരത്തിലുള്ള കാര്യമോടെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന ഒരാളുടെ മുൻപിലൂടെ അയാൾ ആ സുത്ര വെച്ചിട്ടുള്ള മറയുടെ ആ ഉള്ളിലൂടെ നടക്കാൻ പാടില്ല. അയാൾ സുത്ര വെക്കേണ്ടത് അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും കാരണത്താൽ സൂത്രം നീങ്ങിപ്പോകുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് അവിടെ ഒരു മറ ഉണ്ടാക്കുക. കാരണം അതിലൂടെ അയാളുടെ മുന്നിലൂടെ നടക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. وعن أبي سعيد الخدري رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അദ്ദേഹം കേട്ടു, ഇദാ സല്ല അഹദുക്കും ഇലാ ഷൈഇൻ യസ്തുറുഹു മിനൻ നാസ്, നിങ്ങൾ ഒരാൾ നിസ്കരിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിലേക്ക് മറ സ്വീകരിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ്. ഫഅറാദ അഹദുൻ അൻ യജ്താസ ബൈന യദൈഹി, അങ്ങനെ വേറൊരാൾ ഇയാളുടെ മുന്നിലൂടെ ആ മറ്റേ ഭാഗത്തേക്ക് കടന്നു പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫലിയദ്ഫഅ ഫീ നഹ്രിഹി, ആ നിസ്കരിക്കുന്ന വ്യക്തി അവന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ നെഞ്ചിലായിക്കൊണ്ട് അവൻ തടയട്ടെ. ഫഇൻ അബ, എന്നിട്ടും അവൻ കടന്നു പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഫൽയുഖാതിൽഹു ഫഇന്നമാ ഹുവ ശൈത്താൻ, അവനുമായിട്ട് പോരാടട്ടെ, അത് ശൈത്താനാണ് അവനെ കൊണ്ട് അങ്ങനെ ആ ചെയ്യിക്കുന്നത് എന്ന്. ഈ ഹദീസ് ഉദ്ധരിക്കാനുള്ള ഒരു സംഭവമുണ്ട്. അതായത് ഒരു ജുമുഅ ദിവസം അബൂ സഈദ് അൽ ഖുദരി മസ്ജിദിൽ വെച്ച് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള യുവാവ് കടന്നു പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പൊ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നതിന്റെ മുന്നിലൂടെ അല്ലാതെ ആ ചെറുപ്പക്കാരൻ യുവാവിന് കടന്നു പോകാൻ വേറെ വഴിയില്ല. അങ്ങനെ കടന്നു പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു തടഞ്ഞു. വീണ്ടും ഒന്നുകൂടി ഒന്നുകൂടി ശക്തമായിക്കൊണ്ട് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു തടയുകയുണ്ടായി.
ഈ വ്യക്തി പിന്നീട് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരാളോട് പരാതി പറഞ്ഞപ്പോൾ ആണ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അപ്പോ ഇവിടെ പോരാടട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല, അവൻ നിസ്കരിക്കുന്ന ആ സമയത്ത് തന്നെ കടന്നു പോകാതിരിക്കാൻ തടസ്സം വെക്കട്ടെ എന്നാണ്. കാരണം ശൈത്താൻ ഈ നിസ്കരിക്കുന്ന ആളുടെ നിസ്കാരത്തെ തെറ്റിക്കാൻ വേണ്ടി, ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ നടക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന തരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇതേ ആശയത്തിൽ വേറെ ചില റിവായത്തുകൾ കാണാം. ഇദാ കാന അഹദുക്കും യുസല്ലി ഫലാ യദഉ അഹദൻ യമുറ ബൈന യദൈഹി, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഒരാളെയും നിങ്ങൾ നിസ്കാരത്തിന് മുന്നിലൂടെ കടന്നു പോകാൻ സമ്മതിക്കരുത്. ഫലിയദ്റഹു മസ്തതഅ ഫഇൻ അബാ ഫൽയുഖാതിൽഹു ഫഇന്നമാ ഹുവ ശൈത്താനുൻ, കഴിവിന്റെ പരമാവധി തടയാൻ ശ്രമിക്കുക, അവൻ വീണ്ടും ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായി തടയുക, കാരണം അത് പിശാചാണ്. وعن عبد الله بن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال إذا كان أحدكم يصلي فلا يدع أحدا يمر بين يديه فإن أبى فليقاتل فإنه معه القرين. وعن عبد الله بن عمرو بن العاص رضي الله عنه, عبد الله بن عمرو بن العاص رضي الله عنه പറയുന്ന ഒരു വാക്ക് കാണാം. لأن يكون الرجل رمادا يذرى به, ഒരു വ്യക്തി അവൻ ചാരമായി പോകുന്നതാണ്, ഖൈറുൻ ലഹു മിൻ അൻ യമുറ ബൈന യദൈ റജുലിൻ മുതഅമ്മിദൻ വഹുവ യുസല്ലി, നിസ്കരിക്കുന്ന ഒരാളുടെ മുമ്പിലൂടെ വേണമെന്ന് വെച്ചുകൊണ്ട് പോകുന്നതിനേക്കാൾ ഖൈറായിട്ടുള്ളത് അവൻ ആ തരത്തിൽ ഇല്ലാതായി പോകുന്നതാണ് എന്ന സ്വഹാബി പറഞ്ഞത് കാണാം. കാരണം അതിന്റെ ഗൗരവത്തെ അറിയിക്കാനാണ്. നിസ്കാരം എന്നുള്ളത് ഗൗരവമുള്ള ഒരു കാര്യമാണ്, അള്ളാഹുവിന് മുമ്പിലുള്ള മുനാജാത്താണ്. അതിന്റെ ഇടയിൽ ഒരു ആ ശ്രദ്ധ തെറ്റിക്കുന്ന അവന്റെ നിസ്കാരത്തിന്റെ ആ ഖുശൂവിനെ ഇല്ലാതാക്കുന്ന ഒരു കാര്യവും അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന ആളുകൾ മറ സ്വീകരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ നിസ്കരിക്കുന്ന ആളുടെ മുമ്പിലൂടെ കടന്നു പോകുന്നതിനെ സൂക്ഷിക്കണം. ശക്തമായിട്ടുള്ള ഗൗരവത്തിലുള്ള താക്കീതാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. സഹീഹ് തർഗീബ് വതർഹീബിൽ കിതാബ് സ്വലാത്തിലെ അടുത്ത ഫസ്ൽ الترهيب من ترك الصلاة تعمدا وإخراجها عن وقتها تهاونا. നിസ്കാരം വേണമെന്ന് വെച്ചുകൊണ്ട് ഒഴിവാക്കുന്നതിൻ്റെ അതിനെ സംബന്ധിച്ച് ഗൗരവവും, അതുപോലെ തന്നെ അതതിൻ്റെ സമയത്ത് നിർവഹിക്കാതെ അലസമായി സമയം തെറ്റി നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗൗരവത്തെ അറിയിക്കുന്ന ഹദീസുകളാണ്. عن جابر بن عبد الله رضي الله عنهما قال قال رسول الله صلى الله عليه وسلم بين الرجل وبين الكفر ترك الصلاة. ഒരു വ്യക്തിയും കുഫറും തമ്മിൽ അതിനിടയിലുള്ളത് നിസ്കാരം ഒഴിവാക്കലാണ്. ഇതിന്റെ വേറെ വ്യത്യസ്ത റിവായത്തുകൾ കൊടുത്തിട്ടുണ്ട്. ബൈന الرجل وبين الشرك والكفر ترك الصلاة ليس بين العبد وبين الكفر إلا ترك الصلاة بين الكفر والإيمان ترك الصلاة بين العبد وبين الكفر ترك الصلاة. ഇതൊക്കെ അതിന്റെ വ്യത്യസ്ത റിവായത്തുകളാണ്. ആശയം ഒന്ന് തന്നെ. അതായത് നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് കുഫ്റാണ് എന്ന ആ ഒരു അർത്ഥം, അഥവാ അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ് നിസ്കാരം എന്നതിനെ അറിയിക്കുന്ന ഹദീസുകളാണിത്. അപ്പോൾ നിസ്കാരമില്ലാത്തവന് ദീനിൽ മറ്റൊന്നുമില്ല എന്ന് പല സ്വഹാബികളുടെയും അസറുകളിലെല്ലാം നമുക്ക് കാണാം. അപ്പോൾ നിസ്കാരം വേണമെന്ന് വെച്ച് ഒഴിവാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേലെ അവൻ കാഫിറാണ് എന്ന് പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. അഫൻ വേണമെന്നുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് ഒഴിവാക്കുന്നവൻ കാഫിറാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതല്ലാതെ അലസത കൊണ്ട് ഒരാൾ നിസ്കാരം ഒഴിവാക്കുന്നുണ്ട് എങ്കിൽ അവന്റെ മേലെയുള്ള വിധി എന്താണെന്ന് അതിൽ ആധുനികരായിട്ടുള്ള പണ്ഡിതന്മാരെല്ലാം കാഫിറാണ് എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ചുരുക്കത്തിൽ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന വലിയ ഗൗരവമുള്ള കാര്യമാണ്. وعن بريدة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول العهد الذي بيننا وبينهم الصلاة فمن تركها فقد كفر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മളും കുഫാറുകളും തമ്മിലുള്ള അവരിടയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരമാണ്. ഫമൻ തറക്കഹ, ആരാണോ അതിനെ പാഴാക്കുന്നത്, ഫഖദ് കഫറ, അവൻ കാഫിറായിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
ഈ നിസ്കാരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ എന്നുള്ള അർത്ഥത്തിൽ അറിയിച്ചിട്ടുണ്ട്. നിസ്കാരം ഈമാൻ എന്നുള്ളതിൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളിലും അതുപോലെ ഹദീസുകളിലുമെല്ലാം ഉപയോഗിച്ചിട്ടുള്ള പദമാണ്. അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ് നിസ്കാരം. وعن عبد الله بن شقيق العقيلي رضي الله عنه قال كان أصحاب محمد صلى الله عليه وسلم لا يرون شيئا من الأعمال تركه كفر غير الصلاة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കുഫറാകും എന്നുള്ള രീതിയിൽ അവർ കണ്ടിരുന്നത്, അവർ പരിഗണിച്ചിരുന്നത് നിസ്കാരത്തെയാണ്. നിസ്കാരം ഒഴിവാക്കുന്നത് കുഫറാണ് എന്ന് സ്വഹാബികൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അവരുടെ വീക്ഷണം അങ്ങനെയായിരുന്നു എന്ന് ഈ സ്വഹാബി അറിയിക്കുകയാണ്. وعن ثوبان رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول بين العبد وبين الكفر والإيمان الصلاة فإذا تركها فقد أشرك. നമ്മുടെയും കുഫറിന്റെയും ഇടയിലുള്ള അഥവാ ഈമാനിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള കാര്യമാണ് നിസ്കാരം. അത് ഒഴിവാക്കിയവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു അഥവാ കുഫറിലായിരിക്കുന്നു എന്ന് അറിയിക്കുകയാണ്. ഇതൊക്കെ ഇതിന്റെ ഈ പറഞ്ഞ ഹദീസുകളൊക്കെ ആശയതാണ്. കാരണം അത്രയും ഗൗരവമുള്ള കാര്യമാണ് നിസ്കാരം ഒഴിവാക്കുക എന്നത്. وعن أبي الدرداء رضي الله عنه قال أوصاني خليلي صلى الله عليه وسلم. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, എന്റെ ഖലീൽ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് വസിയത്ത് നൽകി, അല്ലാ തുശ്രിക് ബില്ലാഹി ഷൈഅൻ വഇൻ ഖുത്തിഅത ഔ ഹുരിഖത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അബൂ ദർദാ റളിയല്ലാഹു അൻഹുവോട്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. നിന്നെ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചാലും അതുപോലെ നിന്നെ കത്തിച്ചു കളഞ്ഞാലും. വലാ തത്റുക് സ്വലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദൻ. വേണമെന്ന് വെച്ചുകൊണ്ട് നിർബന്ധ നിസ്കാരത്തിൽ ഒന്നുപോലും നീ ഒഴിവാക്കരുത്. ഫമൻ തറക്കഹാ മുതഅമ്മിദൻ ഫഖദ് ബരിഅത് മിൻഹു ദിമ്മ. ആരാണോ വേണമെന്നുകൊണ്ട് അത് ഒഴിവാക്കുന്നത് അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാണ്, അഥവാ ഇസ്ലാമിന്റെ ആ സംരക്ഷണത്തിൽ നിന്ന് അവൻ ഒഴിവാകും. വലാ തശ്റബിൽ ഖംറ. നീ മദ്യപിക്കരുത് അഥവാ ലഹരിയായിട്ടുള്ള ഒന്നും ഉപയോഗിക്കരുത്. ഫഇന്നഹ മിഫ്താഹു കുല്ലി ശർറിൻ. അത് എല്ലാ ഷർറിന്റെയും താക്കോലാണ് എന്നുള്ളത്. ഈ ഒരു ഹദീസിൽ പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങളാണ് അറിയിക്കുന്നത്. ഒന്ന്, ഒരു കാരണവശാലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന അവസ്ഥ നിനക്കുണ്ടാവരുത്. അത് നിന്നെ അതിന്റെ പേരിൽ ആളുകൾ വെട്ടി നുറുക്കുകയാണ് എങ്കിലും അതല്ലെങ്കിൽ ജീവനോടെ കത്തിച്ചു കളയുകയാണെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ശിർക്ക് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്. രണ്ടാമത്തേത് പറഞ്ഞത് നിർബന്ധമായിട്ടുള്ള നിസ്കാരം, 5 നിസ്കാരത്തിൽ ഒന്നുപോലും വേണമെന്ന് വെച്ചുകൊണ്ട് നിന്റെ അറിവോടുകൂടി നീ ഉറങ്ങിപ്പോവുകയോ മറന്നു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. നിനക്ക് ബോധമുണ്ട്, നിസ്കാരമുണ്ടെന്നറിയാം, അതിന്റെ സമയമായിട്ടുണ്ടെന്നറിയാം. പക്ഷേ അങ്ങനെ വേണമെന്ന് വെച്ചുകൊണ്ട് നിസ്കാരം നീ ഒഴിവാക്കരുത്. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇസ്ലാം കൊണ്ട് അവന് ലഭിക്കുന്ന ആ ഒരു സംരക്ഷണം അതിൽ നിന്ന് അവൻ പുറത്താവും. മൂന്നാമത്തേത് മദ്യപിക്കരുത്. മദ്യമെന്നുള്ള മാത്രമല്ല, അവന്റെ ബുദ്ധി മറച്ചു കളയുന്ന ലഹരിയായിട്ടുള്ള ഒന്നും നീ ഉപയോഗിക്കരുത്. കാരണം അത് എല്ലാ ഷെറിന്റെയും താക്കോലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ട്. അപ്പോ ഇതില് നമ്മുടെ ഈ ബാബുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തിന്റെ ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. വേറെ ചില റിവായത്തുകളിൽ ബൈനൽ അബ്ദി വൽ കുഫ്രി അവി ശിർക്കി തർക്കു സ്വലാ ഫഇദാ തറക സ്വലാ ഫഖദ് കഫറ. നേരത്തെ പറഞ്ഞ അതേ ആശയം വേറെ റിവായത്തിൽ വന്നിട്ടുണ്ട്, ലൈസ ബൈനൽ അബ്ദി വശിർക്ക് ഇല്ലാ തർക്കു സ്വലാ ഫഇദാ തറകഹ ഫഖദ് അശ്റക. നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെ. നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ അത് കുഫ്റാണ്, ശിർക്കാണ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിരുന്നത്. ദീനിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് അറിയിക്കാനാണ് ഈ വിഷയം ഇത്ര ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും അത് നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിസ്കാരം ഒഴിവാക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹീഹ് തർഗീബ് തർഹീബിൽ കിതാബ് സ്വലാത്തിൽ നിസ്കാരം പാഴാക്കുന്നതിന്റെ അല്ലെങ്കിൽ വേണമെന്നുകൊണ്ട് വൈകിപ്പിക്കുന്നതിന്റെ ഗൗരവത്തെ അറിയിക്കുന്ന ഹദീസുകൾ. അതിലടുത്ത ഹദീസ് وعن معاذ بن جبل رضي الله عنه قال أتى رسول الله صلى الله عليه وسلم رجلا فقال يا رسول الله. معاذ بن جبل رضي الله عنه ധരിക്കാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു വ്യക്തി വന്നു. എന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലിംനി അമലൻ
ഇദാ അന അമിൽതുഹു ദഖൽതുൽ ജന്ന, എനിക്ക് ഒരു അമല് നിങ്ങൾ പഠിപ്പിച്ചു തരണം, അത് ഞാൻ ചെയ്താൽ, ആ കർമ്മം ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന ഒരു കർമ്മം പഠിപ്പിച്ചു തരണം പറഞ്ഞു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുശ്രിക് ബില്ലാഹി ഷൈഅൻ വഇൻ ഉദ്ദിബ്ത വഹുരിഖ്ത, നീ ഒന്നിനെയും അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, നീ ശിക്ഷിക്കപ്പെട്ടാലും നിന്നെ കത്തിച്ചു കളഞ്ഞാലും. അതി' വാലിദൈക വഇൻ അഖ്റജാക മിൻ മാലിക് വമിൻ കുല്ലി ഷൈഇൻ ഹുവ ലക്, നീ നിന്റെ മാതാപിതാക്കളെ അനുസരിക്കുക. വഇൻ അഖ്റജാക മിൻ മാലിക്, നിന്നെ സമ്പത്തിൽ നിന്ന് അവർ നിന്നെ പുറത്താക്കിയാലും. വമിൻ കുല്ലി ഷൈഇൻ ഹുവ ലക്, നിന്റേതായിട്ടുള്ള എന്തിൽ നിന്നും നിന്നെ അവർ ഒഴിവാക്കി കഴിഞ്ഞാലും നീ അവരെ അനുസരിക്കണമെന്നുള്ളത്. അത് ഹക്കായ നിലക്ക് മാതാപിതാക്കൾ നമ്മുടെ ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് അതവർക്ക് അവകാശപ്പെട്ടതാണ് ഹക്കായ നിലക്ക്, അതുപോലെ തന്നെ ഏത് കാര്യമാണെങ്കിലും. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് ഒരു തരത്തിലും മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ധിക്കരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്, മാതാപിതാക്കളെ അനുസരിക്കണം എന്നുള്ളത്. വലാ തത്റുക്ക് സ്വലാത്ത മുതഅമ്മിദൻ, നീ വേണമെന്നുകൊണ്ട് നീ നിസ്കാരം ഒഴിവാക്കരുത്, നീ നിസ്കാരം പാഴാക്കുന്ന ഒരാളാകരുത്. ഫഇന്ന മൻ തറക സ്വലാത്ത മുതഅമ്മിദൻ ഫഖദ് ബരിഅത് മിൻഹു ദിമ്മത്തുല്ലാഹ്, ആരാണോ നിസ്കാരം പാഴാക്കുന്നത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിമ്മത്തിൽ നിന്ന്, സംരക്ഷണത്തിൽ നിന്ന് അവൻ ഒഴിവാകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ ഹദീസിലും നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട് നിസ്കാരം വേണമെന്ന് വെച്ചുകൊണ്ട് പാഴാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആ സംരക്ഷണം നമുക്ക് നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പുറത്താകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഹദീസിൽ ശിർക്ക് ചെയ്യരുത് എന്നുള്ളത് ഗൗരവത്തെ അറിയിക്കുന്നുണ്ട്, മാതാപിതാക്കളെ അനുസരിക്കണം എന്നതിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ടത് ഒരു കാരണവശാലും നിസ്കാരം പാഴാക്കുന്ന ആളുകളായി തീരാൻ പാടില്ല. وعنه قال أوصاني رسول الله صلى الله عليه وسلم بعشر كلمات. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് 10 കാര്യങ്ങൾ ഉപദേശിച്ചു, 10 കാര്യങ്ങൾ വസിയത്ത് നൽകി. ഖാല, എന്നിട്ട് ഓരോന്നും പറയാൻ. ലാ തുശ്രിക് ബില്ലാഹി ഷൈഅൻ വഇൻ ഖുതിൽത വഹുരിഖ്ത, നീ കൊല്ലപ്പെട്ടാലും അതുപോലെ തന്നെ നിന്റെ ജീവനോടെ കത്തിച്ചു കളയുകയാണെങ്കിൽ പോലും നീ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്, നീ ശിർക്ക് ചെയ്യരുത്. കാരണം ശിർക്ക് എന്നുള്ളത് എല്ലാ അമലിനെയും തകർത്ത് കളയുന്ന, ശാശ്വതമായ ഒരാൾ നരകത്തിലാകുന്ന ഗൗരവമുള്ള ഏറ്റവും വലിയ ദുൽമാണ്. അതുകൊണ്ട് തന്നെ നീ ഏതൊക്കെ തരത്തിൽ നിന്നെ ഉപദ്രവിക്കപ്പെട്ടാലും നീ ശിർക്ക് ചെയ്യുന്ന ഒരാളായി മാറരുത് എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, വലാ തഉഖന്ന വാലിദൈക വഇൻ അമറാക അൻ തഖ്റുജ മിൻ അഹ്ലിക വമാലിക, നീ നിന്റെ മാതാപിതാക്കളെ ഉപദ്രവിക്കരുത്. വഖൂഖുൽ വാലിദൈൻ, അവർ നിന്നോട് നിന്റെ സമ്പത്തിൽ നിന്നും നിന്റെ കുടുംബത്തിൽ നിന്നും പുറത്താക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറയുകയാണെങ്കിലും, അതായത് നിന്റെ സമ്പത്തിൽ നിന്ന് മാതാപിതാക്കൾ എന്തെങ്കിലും ചെലവഴിക്കാൻ പറയുകയാണ്, അത് ബാത്തിലായ നിലക്കല്ല, ഹറാമായ നിലക്കല്ല, ഇസ്രാഫില്ല, അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ നിനക്ക് എത്ര ഇഷ്ടമുള്ള ഒരു സമ്പത്താണെങ്കിലും ആ മാതാപിതാക്കൾക്ക് വേണ്ടി അത് ചെലവഴിക്കുക, അത് അവരെ അനുസരിക്കുക. അതുപോലെ തന്നെ നിന്റെ കുടുംബത്തിൽ നിന്ന് ഉദ്ദേശിച്ചത് മാതാപിതാക്കൾ കൽപ്പിക്കുകയാണെങ്കിൽ നിനക്കൊരു അടിമ സ്ത്രീയുണ്ട്, അവളെ ഒഴിവാക്കണം എന്നൊരു പറയാണ്, അല്ലെങ്കിൽ ഭാര്യയെ തൊലാക്ക് ചെല്ലാൻ പറയാണ്, അതനുസരിക്കണം. പക്ഷെ അതൊരു ബാത്തിലായ നിലക്കല്ല, അത് ആ മാതാപിതാക്കൾ ദീനിയായിട്ടുള്ള ഒരു മസ്ലഹത്ത് കാണുന്നുണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സംഭവം കാണാം. ഉമർ റളിയല്ലാഹുവിന് മകനോട് ഭാര്യയെ തൊലാക്ക് ചെയ്യാൻ പറഞ്ഞു, കാരണം ഭാര്യയെ കൊണ്ട് മകന് ദോഷമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്. അപ്പൊ ആദ്യം തയ്യാറായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിക്കുകയും റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹുവിനെ അനുസരിക്കാൻ പറയുകയും ചെയ്ത് മകനോട് ഉമർ റളിയല്ലാഹുവിനെ അനുസരിക്കാൻ പറഞ്ഞ സംഭവമുണ്ട്. ഇതേപോലെ തന്നെ പിൽക്കാലത്ത് ഇമാം അഹ്മദിന്റെ അടുക്കൽ വന്ന് ഒരാൾ പറയുകയുണ്ടായി, എന്റെ ഉപ്പ പറയുന്നുണ്ട് എന്റെ ഭാര്യയെ തൊലാക്ക് ചെയ്യാൻ, ഞാൻ ചെയ്യട്ടെ ചോദിച്ചു. ഇമാം അഹ്മദ് പറഞ്ഞു, വേണ്ട, നീ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോ ആ വ്യക്തി ചോദിച്ചു ഇമാം അഹ്മദിനോട്, ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചിട്ട് മകൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇമാം അഹ്മദ് മറുപടി പറഞ്ഞത്, എന്റെ വാപ്പ ഉമർ റളിയല്ലാഹു അൻഹു അല്ല എന്നാണ്. കാരണം അത് മസ്ലഹത്തും കാര്യങ്ങളൊക്കെ പരിഗണിച്ച് മാത്രമുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ഹദീസ് വായിച്ചിട്ട് ഏതൊരു ഉപ്പയും ഭാര്യ തൊലാക്ക് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം എന്നല്ല അതിന്റെ ഉദ്ദേശം. പക്ഷെ ഇത് ഉദ്ദേശിക്കുന്നത് അത്ര ഗൗരവമുള്ള ഒരു കാര്യത്തിൽ പോലും
അനുസരിക്കൽ, മാതാപിതാക്കളെ അനുസരിക്കണം എന്നതിനെ അറിയിക്കുകയാണ്. ولا تتركن صلاة مكتوبة متعمدا فإن من ترك صلاة مكتوبة متعمدا فقد برئت منه ذمة الله. നീ നിർബന്ധമായിട്ടുള്ള നിസ്കാരം നീ പാഴാക്കരുത്, നീ അത് നഷ്ടപ്പെടുത്തുന്നതാവനാകരുത്. അങ്ങനെ നീ നഷ്ടപ്പെടുത്തിയാൽ, പാഴാക്കി കളഞ്ഞാൽ, വേണമെന്നുകൊണ്ട് നിനക്കറിയാം നിസ്കരിക്കാൻ സമയമായിട്ടുണ്ട്, നിസ്കരിക്കണം, നിസ്കാരം നിർബന്ധമാണ്, ഒക്കെ നിനക്കറിയാം, എന്നിട്ട് നീ നിസ്കരിക്കാതെ പാഴാക്കുന്ന ഒരാളാണ് എങ്കിൽ ഫഖദ് ബരിഅത് മിൻഹു ദിമ്മത്തുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നിന്നിൽ നിന്ന് ഒഴിവാകുന്നതാണ്. അള്ളാഹുവിന്റെ സംരക്ഷണവും സഹായമൊക്കെ ഒഴിവായി കഴിഞ്ഞാൽ വേറെ ആരുടെ സഹായം നമുക്ക് ഉപകരിക്കുക? വേറെ ആരും ഉപകരിക്കില്ല. വലാ തശ്റബന്ന ഖംറൻ, നീ മദ്യപിക്കരുത്. ഖംർ എന്നുള്ളത് മദ്യത്തിന് പറയുമെങ്കിലും പൊതുവായി ബുദ്ധിയെ മറച്ചു കളയുന്ന ഏതൊരു ലഹരി വസ്തുവിനും ഖംർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഒരു തരത്തിലും ആ നിലക്കുള്ള കാര്യങ്ങൾ ഉപയോഗിക്കരുത്. ഫഇന്നഹു റഅ്സു കുല്ലി ഫാഹിഷ, അതെല്ലാവിധ മ്ലേച്ഛതകളുടെയും അടിസ്ഥാനമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ബുദ്ധി മറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ മദ്യമാവട്ടെ മറ്റെന്ത് ലഹരി ആവട്ടെ, ബുദ്ധി നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താണ് പ്രവർത്തിക്കുന്നത്, എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് ഒന്നും അറിയാത്ത അവസ്ഥ ഉണ്ടാവുക. അപ്പൊ എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങളുടെയും തുടക്കം അല്ലെങ്കിൽ അടിസ്ഥാനം അല്ലെങ്കിൽ അതെല്ലാം ഉൾക്കൊള്ളുന്ന കാര്യമാണ് ഈ ലഹരി എന്നുള്ളത്. വയ്യാക വൽ മഅസിയ ഫഇന്ന ബിൽ മഅസിയതി ഹല്ല സഖ്തല്ലാഹ്, നീ പാപങ്ങളെ സൂക്ഷിക്കുക. കാരണം പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കോപം നിന്റെ മേലെ നിർബന്ധമാക്കും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഹറാമുകൾ അത് ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കോപം നിന്റെ മേലെ നിർബന്ധമാകുന്ന ഒരു കാര്യമാണത്. വഇയ്യാക വൽ ഫിറാറ മിനസ് സഹഫ് വഇൻ ഹലകൻ നാസ്, യുദ്ധമുഖത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നതിനെ നീ സൂക്ഷിക്കുക. ജനങ്ങൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പങ്കെടുക്കുമ്പോൾ ജനങ്ങൾ ഒപ്പമുള്ള ആളുകൾ മരിച്ചു വീഴുകയാണെങ്കിലും അതിൽ നിന്ന് നീ പിന്തിരിഞ്ഞോടുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. യുദ്ധമുഖത്ത് നിന്ന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്തിരിയുക എന്നുള്ളത് വൻപാപത്തിന്റെ കൂട്ടത്തിൽ എണ്ണിയിട്ടുള്ളതാണ്. എന്നാൽ യുദ്ധത്തിന് മുമ്പ് തന്നെ ശത്രുക്കൾ വലിയ ഒരു സംഘമുണ്ട്. ഇപ്പൊ മുസ്ലിമുകളെക്കാളും വലിയ ഇരട്ടികളായിട്ട് ശത്രുക്കളുണ്ട് എന്നുള്ള അവസ്ഥയിലെല്ലാം പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകിയിട്ടുണ്ട്, തിരിഞ്ഞു പോരാമെന്നുള്ള ഇളവ് നൽകിയിട്ടുണ്ട്. പക്ഷെ യുദ്ധം നടന്നു കഴിഞ്ഞിട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിനിടയിൽ വെച്ച് പിന്തിരിഞ്ഞോടുക എന്നുള്ളത് ഗൗരവമുള്ള തെറ്റാണ്. വൈൻ അസാബന്നാസ മൗതുൻ ഫസ്ബുത്, ജനങ്ങൾക്കെല്ലാം മരണം ബാധിക്കുന്ന സമയത്തും നീ ഉറച്ചു നിൽക്കുക. ഇതോടുള്ള ഉദ്ദേശം, നീ ജീവിക്കുന്ന ഒരു നാട്ടിൽ ഒരു പകർച്ചവ്യാധി ബാധിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആളുകൾ എല്ലാം മരിച്ചു വീഴുകയാണെങ്കിലും ആ നാട്ടിൽ നിന്ന് നീ പുറത്തു പോകാൻ പാടില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഒരു നാട്ടിൽ പകർച്ചവ്യാധി ബാധിച്ചിട്ടുണ്ടെങ്കിൽ, താഊനോ പ്ലേഗ് പോലെയുള്ളതോ ഏതെങ്കിലും പകർച്ചവ്യാധി ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്ന് ഒരാൾ പുറത്തോട്ടും പോകാൻ പാടില്ല, വേറെ നാട്ടിൽ നിന്ന് ആ നാട്ടിലേക്ക് വരാനും പാടില്ല. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന നാടിൽ ആളുകൾക്ക് പകർച്ചവ്യാധി വന്ന ആളുകൾ മരിച്ചു വീഴുകയാണെങ്കിലും അവിടെ നിന്ന് നീ പുറത്തു പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിൽ വിശ്വസിച്ച് അവിടെ നീ നിൽക്കേണ്ടതാണ്. വൻഫിഖ് അലാ അഹ്ലിക മിൻ തൗലിക്, നിനക്ക് സാധ്യമാകുന്ന രീതിയിൽ നിനക്കുള്ള വിശാലതയിൽ നിന്ന് നിന്റെ കുടുംബത്തിന് നീ ചിലവഴിക്കുക. വലാ തർഫഅ അൻഹും അസാക അദബൻ, നീ നിന്റെ കുടുംബത്തിന് അഥവാ പ്രത്യേകിച്ച് നിന്റെ ഭാര്യയ്ക്ക് നേരെയെല്ലാം നീ വടി ഉയർത്തരുത്. അഥവാ അവരെ അടിക്കാൻ വേണ്ടി, വേദനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്, നീ ചെയ്യരുത്. എന്നിട്ട് പറഞ്ഞു വഅഖിഫ്ഹും ഫില്ലാ, അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയെ പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകളെ പറഞ്ഞുകൊണ്ടാണ് നീ അവരെ ഭയപ്പെടുത്തേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവോട് പറയാം. വളരെ മനസ്സിലാക്കേണ്ട, വളരെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഹദീസിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. മറ്റു കാര്യങ്ങളാണ് മുആദ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള വസിയത്ത്. ബറകല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉമൈമത മൗലാത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയായിരുന്ന അല്ലെങ്കിൽ ഖിദ്മത്തുകൾ ചെയ്തിരുന്ന ഉമൈമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുൻതു അസുബ്ബു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദൂഅഹു, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വുദൂ എടുക്കാനുള്ള വെള്ളം അത് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. ഫദഖല റജുലുൻ ഫഖാല ഔസിനി,
അപ്പോൾ ആ സമയത്ത് ഒരു വ്യക്തി വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഔസിനി, എനിക്ക് എന്തെങ്കിലും വസിയത്ത് നൽകണമെന്ന് പറയുകയും ചെയ്തു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുശ്രിക് ബില്ലാഹി ഷൈഅൻ വഇൻ ഖുത്തിഅത വഹുദ്ദിഖ്ത ബിന്നാർ. നീ നിന്നെ കഷ്ണം കഷ്ണമായി മുറിച്ചാലും നിന്നെ തീയിലിട്ട് കത്തിച്ചാലും നീ എന്ത് ചെയ്യരുത്? അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. വലാ തഅസി വാലിദൈക് വഇൻ അമറാക അൻ തഖല്ല മിൻ അഹ്ലിക് വദുനിയാക് ഫതഖല്ല. നീ നിന്റെ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കരുത്. അവർ നിന്റെ ദുനിയാവിൽ നിന്ന് എന്ത് ഒഴിവാക്കാൻ പറഞ്ഞാലും, ദുനിയാവിയായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എന്ത് ഒഴിവാക്കാൻ പറഞ്ഞാലും നീ അത് ഒഴിവാക്കിക്കൊള്ളുക. അവരെ ധിക്കരിക്കുന്ന അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അത് ഹക്കായ കാര്യങ്ങൾക്കാണ് അത് ഉണ്ടാവേണ്ടത്. വലാ തശ്റബന്ന ഖംറൻ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരിൻ. നീ ലഹരി അഥവാ മദ്യം കുടിക്കരുത്, അത് ഉപയോഗിക്കരുത്. അതെല്ലാ ഷെറിന്റെയും താക്കോലാണ്. വലാ തത്റുകന്ന സ്വലാത്തൻ മുതഅമ്മിദൻ. നീ അറിഞ്ഞുകൊണ്ട് വേണമെന്നുകൊണ്ട് നിസ്കാരം പാഴാക്കരുത്. ഫമൻ ഫഅല ദാലിക, അങ്ങനെ ചെയ്യുന്ന പക്ഷം ഫഖദ് ബരിഅത് മിൻഹു ദിമ്മത്തുല്ലാഹ് വ ദിമ്മത്തു റസൂലിഹി, അവനിൽ നിന്ന് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആ ഒരു സംരക്ഷണം അവനിൽ നിന്ന് ഒഴിവാകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ഈ ഫസ്ലിൽ വന്നിട്ടുള്ള ഹദീസുകളുടെ ഒക്കെ ആശയത്തിൽ വരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത്. ഇതിൽ ആ നിസ്കാരം ഒഴിവാക്കുന്നതിന്റെ ഗൗരവത്തെ വീണ്ടും മനസ്സിലാക്കി തരുന്നു എന്ന് മാത്രം. وعن أبي أمامة رضي الله عنه قال قال رسول الله صلى الله عليه وسلم. أبو أمامة رضي الله عنه ധരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതുൻഖദന്ന ഉറൽ ഇസ്ലാം ഉർവതൻ ഉർവതൻ. ഇസ്ലാമിന്റെ കെട്ടുകൾ, കയറുകൾ, അത് ഓരോന്നായിക്കൊണ്ട് അഴിഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോന്നായിക്കൊണ്ട് അത് അഴിഞ്ഞുകൊണ്ടേയിരിക്കും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അതുകൊണ്ട് ഒരാൾ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അഴിഞ്ഞുകൊണ്ടേയിരിക്കും, അഥവാ ആളുകൾ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കും. ഫകുല്ലമാ ഇൻതഖളത് ഉർവതുൻ തശബ്ബസ الناس ബില്ലതി തലീഹാ. ഒന്ന് ഒഴിവാകുമ്പോൾ അടുത്ത കയർ ഏതാണോ അല്ലെങ്കിൽ അടുത്ത കെട്ട് ഏതാണോ അതിലാണ് ആളുകൾ പിടിക്കുക. പിന്നെ അത് കഴിഞ്ഞ് അത് ഒഴിവാകുമ്പോൾ അടുത്തത്, അങ്ങനെ അവർ ഓരോന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഫഅവ്വലുഹുന്ന നഖ്വൻ അൽ ഹുക്മു. ഒന്നാമതായി ഇസ്ലാമിന്റെ അഴിഞ്ഞു പോകുന്ന കയർ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമപ്രകാരം വിധി കൽപ്പിക്കുന്നതാണ്. അഥവാ ഭരണാധികാരികൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച്, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള നിയമവ്യവസ്ഥ അനുസരിച്ച് അല്ലാതെ മറ്റുള്ള നിയമങ്ങൾ ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ വിധി കൽപ്പിക്കുകയാണ് ആദ്യം ഇസ്ലാമിൽ നിന്ന് അഴിയാൻ പോകുന്ന കയർ. വആഖിറുഹുന്ന അസ്സലാത്ത്. അവസാനം എന്നുള്ളത് നിസ്കാരമായിരിക്കും. അഥവാ ധാരാളം ആളുകൾ നിസ്കാരം പാഴാക്കുന്ന, ഒഴിവാക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു ഹദീസാണിത്. അതായത് ഇസ്ലാമിന് ഓരോ ശാഖകളും ഓരോ ഭാഗങ്ങളും ഓരോ അടിസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഓരോ കയറുകളായി പറഞ്ഞ് ജനങ്ങൾ ആ കയറിൽ പിടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പൊ ഓരോന്നായി അഴിഞ്ഞു വീഴുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ അഥവാ ജനങ്ങൾ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളായിട്ട് ഒഴിവാക്കിക്കൊണ്ടിരിക്കും. അതിൽ ആദ്യം അവർ ഒഴിവാക്കുന്നത് അള്ളാഹുവിന്റെ നിയമം കൊണ്ട് വിധി കൽപ്പിക്കുന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അവസാനത്തിൽ അവർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അതിന്റെ ഇടയിൽ ഓരോന്നായിട്ട് അവർ ഒഴിവാക്കും, ദീനിനെ അനുസരിക്കുന്നതിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അവസാനം അവർ ഒഴിവാക്കുന്നത്, ജനങ്ങൾ ഒഴിവാക്കുന്നത് നിസ്കാരമായിരിക്കും. ധാരാളം ആളുകൾ നമുക്ക് കാണാം, മുസ്ലിമീങ്ങൾ ധാരാളം ആളുകൾ നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാതെ നിസ്കാരത്തെ പാഴാക്കുന്ന, അതിനൊരു ഗൗരവം കൽപ്പിക്കാത്ത ആളുകളായിട്ട് നമുക്ക് കാണാം. നിസ്കാരത്തെ ഒഴിവാക്കുന്നതാണ്. وعن أم أيمن رضي الله عنها أن رسول الله صلى الله عليه وسلم قال لا تترك الصلاة متعمدا فإنه من ترك الصلاة متعمدا فقد برئت منه ذمة الله ورسوله. هذا حديث لا شيء. وعن ابن مسعود رضي الله عنه قال. ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു അസറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? നിസ്കാരം ഒഴിവാക്കുന്നതിന്റെ, പാഴാക്കുന്നതിന്റെ ഗൗരവത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി സഹാബികൾ ആ വിഷയത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത് എന്നാണ് പറയുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, മൻ തറക സ്വലാത ഫലാ ദീന ലഹു. ആരെങ്കിലും നിസ്കാരം പാഴാക്കി കഴിഞ്ഞാൽ, നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ അവര് ദീന് തന്നെ ഇല്ല എന്നുള്ളത്. കാരണം ദീനിന്റെ നെടുന്തൂണാണ്.
നിസ്കാരം എന്നുള്ളത്. അത് പാഴാക്കി കളഞ്ഞാൽ പിന്നെ ദീൻ തന്നെ ഇല്ല. വൻ അബൂദർദാ റളിയല്ലാഹു അൻഹു ഖാല, അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ ഈമാന ലിമൻ ലാ സ്വലാത്ത ലഹു വലാ സ്വലാത്ത ലിമൻ ലാ വുദൂഅ ലഹു. നിസ്കാരമില്ലാത്തവന് ഈമാനില്ല, വുദൂ ഇല്ലാത്തവന് നിസ്കാരവുമില്ല. അതായത് ഈമാനിൽ നിസ്കാരത്തിന്റെ പ്രാധാന്യം, നിസ്കാരത്തിൽ വുദൂഇന് എത്ര പ്രാധാന്യമുണ്ടോ അതുപോലെയാണ് എന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു പിന്നെ പറയുകയാണ്. ഉദാഹരണത്തിന് വുദൂ ഇല്ലാതെ ഒരാൾ നിസ്കരിച്ച നിസ്കാരം കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഈമാൻ ഉണ്ട് എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ഈമാനിന്റെ അടയാളം അവന്റെ നിസ്കാരം അവൻ കൃത്യമായി കാത്തു സൂക്ഷിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഒരു ആയത്തോട് കൊടുക്കേണ്ട, മൻ തറക സ്വലാ ഫഖദ് കഫറ. وعن مصعب بن سعد رضي الله عنه قال, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായിട്ടുള്ള മുസ്അബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു ലി അബി, ഞാൻ ഉപ്പയോട് ചോദിച്ചു. മുസ്അബ് താബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല. ഖുൽതു ലി അബി, ഞാൻ ഉപ്പയോട് ചോദിച്ചു, യാ അബതാ അറഅയ്ത ഖൗലഹു അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. എന്റെ ഉപ്പ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ആയത്ത്, അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ, അവർ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരായിരിക്കും എന്നുള്ളത്. അപ്പൊ മുസ്അബ് റളിയല്ലാഹു അൻഹു ആയത്തിന്റെ ആശയം മനസ്സിലാക്കിയത് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധയില്ലാത്ത ആളുകളായിരിക്കുന്നതാണ്. അപ്പോ ഉപ്പയോട് സ്വഹാബി ആയിട്ടുള്ള സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ആയത്ത്, അയ്യുനാ ലാ യസ്ഹു അയ്യുനാ ലാ യുഹദ്ദിസു നഫ്സഹു, നമ്മളിൽ ആരാണ് ശ്രദ്ധ നഷ്ടപ്പെട്ട് അശ്രദ്ധരായി പോകാത്തതുള്ളത്, ആരാണ് വേറെ എന്തെങ്കിലും ചിന്തകൾ മനസ്സിൽ വരാത്തതായിട്ടുള്ളത് നിസ്കരിക്കുന്ന സമയത്ത് എന്ന് ചോദിച്ചു. ഖാല, അപ്പോ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, ലൈസ ദാലിക്, നീ മനസ്സിലാക്കിയതുപോലെ അല്ല അത്. ആയത്തിന്റെ ഉദ്ദേശം ഇന്നമാ ഹുവ ഇളാഅത്തുൽ വഖ്ത് യൽഹു ഹത്താ യളീഅൽ വഖ്ത്, അത് നിസ്കാരത്തിന്റെ സമയത്തെ കുറിച്ച് അശ്രദ്ധരാകുന്നവരെ സംബന്ധിച്ചാണ്. അഥവാ നിസ്കാരം അതിന്റെ വക്തിൽ നിസ്കരിക്കാതെ പാഴാക്കി കളയുന്ന, ആ സമയം കഴിഞ്ഞു പോയി അത് നിർവഹിക്കുന്ന ആളുകളെ പറ്റിയിട്ടാണ് അത് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നിസ്കാരം അതിന് മൗഖൂത്താണ്, അതിന് ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അത് നിർവഹിക്കണം. അതല്ലാതെ തോന്നിയതുപോലെ ചെയ്യാനുള്ള ഒരു ഇബാദത്തല്ല നിസ്കാരം എന്നുള്ളത്. അത് പിന്നെ പല ദിക്റും പ്രത്യേകമായിട്ടില്ലാത്ത ദിക്റുകൾ നമുക്ക് എപ്പോഴാണെങ്കിലും ചെല്ലാം. ഖുർആൻ പാരായണം എപ്പോഴാണെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാം. പക്ഷെ നിസ്കാരം അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കണം. അത് പാഴാക്കുന്നതിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് ഈ സ്വഹാബി പറഞ്ഞു കൊടുക്കുകയാണ്. وعن نوفل بن معاوية رضي الله عنه أن النبي صلى الله عليه وسلم قال من فاتته صلاة فكأنما وتر أهله وماله. ആർക്കെങ്കിലും നിസ്കാരം നഷ്ടപ്പെട്ടാൽ, അവൻ നിസ്കരിക്കാതെ ഒരു നിസ്കാരം പാഴായി പോയാൽ അവൻ അവന്റെ കുടുംബത്തെയും അവന്റെ സമ്പത്തിനെയും എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാണ്. കാരണം അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യമാണ് ഒരു വഖ്ത് നിസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. നിസ്കാരത്തിന്റെ ഗൗരവം നമ്മൾ ശരിക്ക് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും വേണം. ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹീഹ് തർഗീബ് തർഹീബിൽ കിതാബ് സ്വലാത്തിലെ നിസ്കാരം പാഴാക്കുന്നതിന്റെ ഗൗരവത്തെ അറിയിക്കുന്ന ഹദീസുകളിൽ ഫസ്ലിലെ അവസാനത്തെ ഹദീസ്, وعن سمرة بن جندب رضي الله عنه قال كان رسول الله صلى الله عليه وسلم مما يكثر أن يقول لأصحابه هل رأى أحد منكم من رؤيا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ചും ഫജ്ർ നിസ്കാരത്തിന് ശേഷമെല്ലാം സ്വഹാബികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഇന്നലെ വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ? ഫയുഖസ്സു അലൈഹി മാ ഷാ അല്ലാഹു അൻ യുഖസ്. അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വപ്നത്തിന്റെ ആശയത്തെ അള്ളാഹു ഉദ്ദേശിക്കുന്നതനുസരിച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കാറുണ്ട്. വൈന്നഹു ഖാല ലനാ ദാത ഗദാതിൻ, അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറഞ്ഞു, ഇന്നഹു അതാനി അല്ലൈലത ഇസ്നാൻ, ഇന്നലെ രാത്രിയിൽ രണ്ടാളുകൾ എൻ്റെ അടുക്കിലേക്ക് വന്നു. വഇന്നഹുമാ ഇബ്തഅസാനി, അവർ എന്നെ കൊണ്ട് അവർ പിന്നെ പുറപ്പെട്ടു. വഇന്നഹുമാ ഖാലാ ലി ഇൻതലിഖ് വഇന്നി ഇൻതലഖ്തു മഅഹുമാ, അവരോടൊപ്പം പുറപ്പെടാൻ വേണ്ടി അവർ പറഞ്ഞു. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടൊപ്പം പോയി. നബി പറയാണ്, ഞാൻ അവരോടൊപ്പം പോയി.
വഇന്ന അതൈന അലാ റജുലിൻ മുൽതജിഇൻ, അങ്ങനെ ഞങ്ങൾ കിടക്കുന്ന ഒരാളുടെ അടുക്കിലേക്ക് എത്തി. വഇദാ ആഖറു ഖായിമുൻ അലൈഹി ബിസഖറത്തിൻ, അയാളുടെ അടുത്ത് മറ്റൊരാൾ നിൽക്കുന്നുണ്ട് വലിയൊരു പാറക്കല്ലുമായിട്ട്. വഇദാ ഹുവ യഹ്വി ബിസഖറത്തി ലിറഅസിഹി ഫയസ്ലഖു റഅസഹു, അയാൾ ആ പാറക്കല്ല്, വലിയ കല്ല് ആ കിടക്കുന്ന ആളുടെ തലയിലിടുകയും ആ തല ചതഞ്ഞു പോകുന്ന അവസ്ഥയുമുണ്ടായി. ഫയതദഹ്ദഹുൽ ഹജർ, അങ്ങനെ ആ കല്ല് താഴോട്ട് ഉരുണ്ടു വീഴുന്നു. ഫയഖുദുഹു ഫലാ യർജിഉ ഇലൈഹി ഹത്താ യസിഹ റഅസുഹു കമാ കാന, ആ കല്ലുമായി ഇട്ട വ്യക്തി അതെടുത്ത് തിരിച്ചു വരുമ്പോഴേക്ക് ഇയാളുടെ തല വീണ്ടും പഴയ പോലെ ആയിട്ടുണ്ടാവും. തുമ്മ യഊദു അലൈഹി ഫയഫ്അലു ബിഹി മിസ്ല മാ ഫഅല അൽമറത യർജിഉ ഇലൈഹി ഹത്താ യസിഹ റഅസുഹു കമാ കാന, ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. വീണ്ടും കല്ലിടും, കല്ല് പോയിരിക്കും, ഇയാളുടെ തല ഇങ്ങനെയാവും, അങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുൽതു, ഞാൻ ചോദിച്ചു, സുബ്ഹാനല്ലാഹ് മാ ഹാദാനി, ഇതെന്താണ് ഈ രണ്ടു കൂട്ടർ? ഖാല ലീ, എന്റെ ഒപ്പുണ്ടായിരുന്ന രണ്ടാളുകൾ പറഞ്ഞു, ഇൻതലിഖ്, മുന്നോട്ട് പോവുക എന്ന നിലക്ക് പറഞ്ഞു. ഫഅതൈന അലാ റജുലിൻ മുസ്തലിഖിൻ അലൽ ഖഫാഹ്, പിന്നീട് എത്തിയത് പിരടിയിൽ ചാരി നിൽക്കുന്ന ഒരാളുടെ അടുക്കിലേക്കാണ്. വഇദാ ആഖറു ഖായിമുൻ അലൈഹി ബികല്ലൂബിൻ മിൻ ഹദീദ്, അയാളുടെ അടുത്ത് ഇരുമ്പ് കൊണ്ട് കൊളുത്തുകൾ ഉണ്ടാക്കിയ വേറെ ആളുണ്ട്. വഇദാ ഹുവ യഅതി അഹദ ശിഖൈ വജ്ഹി ഫയുശർശിർ ശിദ്ഖഹു ഇലാ ഖഫാഹ്, ഈ കൊളുത്ത് കൊണ്ട് ഇയാൾ ഒരു ഭാഗത്തുനിന്ന് അയാളുടെ ഈ മുഖത്തിന്റെ മുൻഭാഗത്തുനിന്ന് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. വമൻഖറഹു ഇലാ ഖഫാ വഅൈനഹു ഇലാ ഖഫാ, മൂക്കും കണ്ണും എല്ലാം ഒരു ഭാഗത്തുനിന്ന് കൊളുത്തുകൊണ്ട് വലിച്ച് പിന്നോട്ട് വലിക്കുന്നുണ്ട്. തുമ്മ യതഹവ്വലു ഇലൽ ജാനിബിൽ ആഖിർ, എന്നിട്ട് ആ ഒരു ഭാഗം അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ, പിരടിയിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗത്തേക്ക് വലിക്കാൻ തുടങ്ങും. ഫയഫ്അലു ബിഹി മിസ്ല മാ ഫഅല ബിൽ ജാനിബിൽ അവ്വൽ, ആദ്യ ഭാഗത്ത് ചെയ്ത പോലെ മറ്റു ഭാഗത്തും ചെയ്യും. ഖാല ഫമാ യഫ്റഗു മിൻ ദാലികൽ ജാനിബ് ഹത്താ യസിഹ ദാലികൽ ജാനിബ് കമാ കാന തുമ്മ യഊദു അലൈഹി ഫയഫ്അലു അൽമറത്തുൽ ഊലാ, വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ ഒരു ഭാഗത്തുനിന്ന് വലിക്കും മറ്റേ ഭാഗത്ത് വലിക്കും, അപ്പോൾ പഴയ ഭാഗം നേരെയാകും, വീണ്ടും ഈ ഭാഗം വലിക്കുമ്പോൾ ഈ ഭാഗം നേരെയാകും. ഖുൽതു സുബ്ഹാനല്ലാഹ് മാ ഹാദാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ചോദിച്ചു, ഇവർ രണ്ടുപേരും ആരാണ്? ഖാല ലി ഇൻതലിഖ്, മുന്നോട്ട് പോകാൻ പറഞ്ഞു. فانطلقنا فأتينا على مثل التنور قال فأحسب أنه كان يقول فإذا فيه لغة وأصوات, പിന്നെ അവിടെ എത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പോയത് ഒരു അടുപ്പിനോട് സാദൃശ്യം തോന്നുന്ന മേൽഭാഗം ഇടുങ്ങിയിട്ടുള്ള അടിഭാഗത്തിൽ വിശാലതയുള്ള ഒരു സ്ഥലത്തേക്കാണ്. അതിനകത്ത് നിന്ന് ഓരോ ശബ്ദങ്ങൾ, നിലവിളികൾ കേൾക്കുന്നുണ്ട്. ഫത്തലഅനാ ഫീഹി, അങ്ങനെ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അതിലേക്ക് നോക്കി. ഫഇദാ ഫീഹി റിജാലുൻ വനിസാഉൻ ഉറാത്തുൻ, അവിടെ നഗ്നരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ അതിനകത്തുണ്ട്, അവരാണ് ഈ മുറവിളി കൂട്ടുന്നത്. ഫഇദാ ഹും യഅതീഹിം ലഹബുൻ മിൻ അസ്ഫല മിൻഹും, അവരുടെ താഴ്ഭാഗത്ത് നിന്ന് തീജാലുകൾ വരുമ്പോൾ, ഫഇദാ അതാഹും ദാലിക ലഹബു ദൗദൗ ഖാല ഖുൽതു മാ ഹഉലാഇ ഖാല ലി ഇൻതലിഖ്, ആ തീനാളം മുകളിലോട്ട് ആഞ്ഞു വരുമ്പോൾ അവരും അതിലൂടെ വന്ന് നിലവിളി കൂട്ടുന്നുണ്ട്. അവിടെ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് ചോദിച്ചു, അവിടെ നിന്ന് പോകാൻ പറഞ്ഞു. ഫൻതലഖന അതൈന അലാ നഹ്രിൻ, പിന്നീട് എത്തിയത് ഒരു അരുവിയുടെ അടുത്തേക്കാണ്. അത് ഹസിബ്തു അന്നഹു കാന യഖൂൽ അഹ്മറ മിസ്ലി ദം, ചുവപ്പ് നിറത്തിലുള്ള രക്തം പോലെയുള്ള ഒരു അരുവിയായിരുന്നു. വൈദാ ഫിൻ നഹ്രി റജുലുൻ സാബിഹുൻ യസ്ബഹു, അതിലൊരാൾ നീന്തുന്നുണ്ട് മുങ്ങിയിട്ട്. വൈദാ അലാ ശത്തിൻ നഹ്രി റജുൽ ഖദ് ജമഅ ഇൻദഹു ഹിജാറത്തൻ കസീറത്തൻ, അതിന്റെ കരയുടെ ഭാഗത്തായിട്ട് ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട്, കുറെ കല്ലുകൾ ഒരു കൂട്ടിയിട്ട്. വൈദാ ദാലിക സാബിഹു യസ്ബഹു മാ യസ്ബഹു തുമ്മ യഅതി ദാലിക അല്ലദീ ഖദ് ജമഅ ഇൻദഹു അൽ ഹിജാറ, അങ്ങനെ ആ നീന്തുന്ന ആൾ കരയുടെ ഭാഗത്തേക്ക് നീന്തി എത്താനായി കഴിഞ്ഞാൽ ഈ കല്ലുമായിട്ടുള്ള വ്യക്തി അയാൾ ആ നീന്തുന്ന വ്യക്തിയുടെ വായിലേക്ക് കല്ലുകൾ എറിഞ്ഞുകൊണ്ടേയിരുന്നു. അവിടുന്ന് നീങ്ങിപ്പോകും, നീങ്ങി മാറിപ്പോവും, വീണ്ടും തിരിച്ച് കരയിലേക്ക് നീന്തി വരുമ്പോൾ വീണ്ടും ഇതുപോലെ ചെയ്യും. പറയാണ്, ഞാൻ ചോദിച്ചു ഈ രണ്ടാളുകൾ എന്താണ്? ഖാല ലി ഇൻതലിഖ്, മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഫൻതലഖനാ ഫഅതൈനാ അലാ റജുലിൻ കരീഹിൽ മർആത്ത്, പിന്നെ ഞങ്ങൾ ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് എത്തി, കാണാൻ ഏറ്റവും വെറുപ്പ് തോന്നുന്ന, ഭയം തോന്നുന്ന രീതിയിൽ രൂപമുള്ള. കഅക്റഹു മാ അൻ തറാഇ റജുലൻ മർആത്ത് വഇദാ യഹ്ശുഹാ വയസ്അ ഹൗലഹാ ഖാല ഖുൽതു ലഹുമാ അമാ ഹാദാ, അയാൾ ഒരു തീ കത്തിച്ച് അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, തീ ഇങ്ങനെ അതിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട്. ചോദിച്ചു, ഇതാരാണ്? ഖാല ലി ഇൻതലിഖ്, എന്നോട് എൻ്റെ ഒപ്പമുള്ള ആളുകൾ പറഞ്ഞു മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഫൻതലഖന, അങ്ങനെ മുന്നോട്ട് പോയി.
ഫതൈന അലാ റൗളത്തിൻ മുഅ്തിമത്തിൻ ഫീഹാ മിൻ കുല്ലി നൗരി റബീഅ. പിന്നെ ഒരു നല്ല തോട്ടത്തിലേക്ക്, എല്ലാവിധ ഭംഗിയുമുള്ള ചെടികളുമുള്ള നല്ല ഭംഗിയുള്ള തോട്ടത്തിലേക്ക് എത്തി. ഫൈദാ ബഹന ളഹ്റി റൗളത്ത് റജുലുൻ തവീലുൻ ലാ അകാദു ഉറാ റഅസഹു തൂലൻ ഫിസ്സമാ. ഒരു നീളമുള്ള വ്യക്തിയെ കണ്ടു ആ തോട്ടത്തിൽ. ആ നീളം കാരണത്താൽ അയാളുടെ തല കാണാൻ സാധിക്കുമായിരുന്നില്ല. വൈദാ ഹൗല റജുലി മിൻ അക്സരി ബിൽദാനിൻ റഅയ്തുഹും. അവരുടെ ആ വ്യക്തിയുടെ ചുറ്റുമായിട്ട് ഒരുപാട് കുട്ടികളുണ്ട്. ഖാല ഖുൽതു മാ ഹാദാ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതാരാണ്? മാ ഹൗല, ഈ കുട്ടികൾ ആരാണ്? ഖാല അലി തലിഖൻ തലിഖ്. അപ്പോൾ ആളുകൾ മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഫൻതലഖ്നാ ഫഅതൈനാ അലാ ദൗഹത്തിൻ അദീമ ലം അറാ ദൗഹത്തൻ ഖത്തു അഅ്ലം വലാ അഹ്സന മിൻഹാ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോയിട്ട് എത്തിയത് ഒരു വലിയ വൃക്ഷത്തിന്റെ അടുത്താണ്. ഖാല ലി ഇർഖ ഫീഹാ. എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, അതിന്റെ മുകളിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു, അഥവാ അതിൽ നിന്ന് ഉയരാൻ പറഞ്ഞു. ഫർതഖൈന ഇലാ മദീനത്തിൻ മബ്നിയത്തിൻ ബിലബ്നി ദഹബിൻ വലബ്നി ഫിദ്ദത്തിൻ. പിന്നീട് അവിടുന്ന് മേലെ ഒരു പട്ടണത്തിലേക്ക് എത്തി. അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം സ്വർണത്തിന്റെയും വെള്ളിയുടെയും കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഫതൈന ബാബൽ മദീന. ആ മദീനയുടെ കവാടത്തിന് മുമ്പിലെത്തി. ഫസ്തഫ്തഹ്നാ ഫഫുതിഹ ലനാ. ഞങ്ങൾക്ക് തുറക്കാൻ ആവശ്യപ്പെട്ടു, തുറന്നു. ഫദഖൽനാഹാ ഫതലഖാനാ റിജാലുൻ ശത്റുൻ മിൻ ഖൽഖിഹിം കഅഹ്സനി മാ അൻത റാഇൻ വശത്റുൻ മിൻഹും ഖാഖബഹ മാ അൻത റാഇൻ. അവിടെ കുറച്ച് ആളുകളുണ്ട്. അവരുടെ ഒരു ഭാഗം ഏറ്റവും ഭംഗിയുള്ള രൂപത്തിലും ഒരു ഭാഗം ഏറ്റവും മോശപ്പെട്ട രൂപത്തിലുമായിരുന്നു. ഖാല ലഹും. ഞാൻ അങ്ങനെ ഈ എൻ്റെ ഒപ്പമുള്ള രണ്ടാളുകൾ അവരോട് പറഞ്ഞു, ഇദ്ഹബു ഫഖഉ ഫീ ദാലിക നഹർ. അവിടെ ഒരു അരുവി ഉണ്ടായിരുന്നു, നിങ്ങൾ പോയിട്ട് ആ അരുവിയിൽ മുങ്ങുക എന്ന് പറഞ്ഞു. ഖാല ഫഇദാ നഹറുൻ മുഅ്തരിലുൻ യജ്രി കഅന്ന മാഅഹു അൽമഹ്ദു ഫിൽ ബയാദ്. വളരെ തെളിഞ്ഞ വെളുത്ത നിറമുള്ള അല്ലെങ്കിൽ അത്ര തെളിഞ്ഞ അരുവിയായിരുന്നു അത്. ഫദഹബു ഫവഖഉ ഫീഹി ثم رجعوا ഇലൈനാ ഖദ് ദഹബ ദാലിക സൂഅൻഹും ഫസാറു ഫി അഹ്സനി സൂറത്തിൻ. അവരതിൽ മുങ്ങി വന്നപ്പോൾ അവരുടെ ആ മോശപ്പെട്ട ഭാഗമെല്ലാം മാറി ഏറ്റവും നല്ല രൂപത്തിൽ അവർ പൂർണ്ണമായിട്ട് മാറി. ഖാല അലി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഹാദിഹി ജന്നത്തു അദ്ൻ. ഈ പട്ടണം അതാണ് സ്വർഗം എന്ന് പറഞ്ഞു. വഹാദാ മൻസിലുക്. ഇതാണ് നിന്റെ ഭവനം എന്ന് പറഞ്ഞ് ഖാല ഫസമാ ബസ്രി സുഅദൻ ഫൈദാ ഖസ്റുൻ മിസ്ലു റബാബത്തിൽ ബൈദാ. മുകളിലേക്ക് കാണിച്ചു. അപ്പോൾ മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ മേഘം കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം പോലെ ഭംഗിയുള്ള ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു. ഖാല അലി ഹാദാ മൻസിലു. ഖാല ഖുൽതു ലഹുമാ ബാറക്കല്ലാഹു ഫീകുമാ ഫദാറാനി ഫഅദ്ഖുലഹു. അവർ ഇതാണ് നിന്റെ സ്വർഗത്തിലെ ഭവനം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ വിടു, ഞാൻ അതിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞു. ഖാല അമൽ ആന ഫലാ വഅൻത ദാഖിലുഹു. ഇപ്പോ നിനക്ക് സമയമായിട്ടില്ല, നീ അതിൽ പ്രവേശിക്കുന്നതാണെന്ന് പറഞ്ഞു. قلت لهما فإني قد رأيت منذ الليلة عجبا فما هذا الذي رأيت. ഞാൻ ഈ രാത്രിയിൽ ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ കണ്ടു, ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു. ഖാല ലി ഇന്നി സനുഖ്ബിറുക. അവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾ നിനക്ക് വിശദീകരിച്ചു തരാമെന്ന് പറഞ്ഞു. അമ്മ റജുലുൽ അവ്വൽ الذي أتيت عليه يثلغ رأسه بالهجر فإنه الرجل يأخذ القرآن فيرفضه وينام عن الصلاة المكتوبة. ആദ്യം കണ്ട വ്യക്തി കല്ല് തലയിലിട്ടുകൊണ്ട് തല പൊടിഞ്ഞു പോകുന്ന വ്യക്തി, വീണ്ടും പഴയ പോലെ അത് ഉണ്ടായിരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുകയും ദീന് പഠിക്കുകയും അറിവ് നേടുകയൊക്കെ ചെയ്തിട്ട് അതിനെ പാഴാക്കിയിട്ട് നിർബന്ധ നിസ്കാരത്തിന്റെ സമയത്ത് കിടന്നുറങ്ങിയിരുന്ന വ്യക്തിയായിരുന്നു. ഈ ഭാഗമാണ് നമുക്ക് ഈ ഫസ്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതായത് നിസ്കാരം നിർവഹിക്കാതെ നിർബന്ധ നിസ്കാരം പാഴാക്കുന്ന വ്യക്തിയായിരുന്നു. وأما الرجل الذي أتيت عليه يشرشر شدقه إلى قفاه ومنخره إلى قفاه وعينه إلى قفاه فإنه الرجل يغدو من بيته فيكذب الكذبة تبلغ الآفاق. രണ്ടാമത്തെ വ്യക്തി, ആ മുഖം വലിച്ചു കീറിയിരുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കളവ് പറഞ്ഞ് പരത്തി നടക്കുന്ന ആളായിരുന്നു. وأما الرجال والنساء العراة الذين هم في مثل بناء التنور فإنهم زنات والزواني. ആ തീനാളത്തിൽ ആളിക്കത്തിയിരുന്ന നഗ്നരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ വ്യഭിചാരികളും വ്യഭിചാരിണികളുമായിരുന്നു. وأما الرجل الذي أتيت عليه يسبح في النهر ويلقم الحجر فإنه أكل دباء. ആ അരുവിയിൽ ഉണ്ടായിരുന്ന വ്യക്തി പലിശ തിന്നിരുന്ന വ്യക്തിയായിരുന്നു, പലിശക്കാരനായിരുന്നു, അല്ലെങ്കിൽ പലിശ ഭക്ഷിച്ചിരുന്ന ആളായിരുന്നു. وأما الرجل الكريه المرآة الذي عند النار يحشها ويسعى حولها فإنه مالك خازن جهنم. ആ തീയിന്റെ അടുത്തുണ്ടായിരുന്ന ഭയപ്പെടുന്ന രൂപത്തിലുള്ള വ്യക്തി നരകത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള മാലിക്കാണ്.
വഅമ്മർ റജുലു തവീലു അല്ലദീ ഫി റൗളതി ഫഇന്നഹു ഇബ്രാഹിം, ആ തോട്ടത്തിലുണ്ടായിരുന്ന ഉയരമുള്ള വ്യക്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആയിരുന്നു. വഅമ്മൽ ബിൽദാനു അല്ലദീന ഹൗലഹു ഫകുല്ലു മൗലൂദിൻ മാത അൽ ഫിത്ര, ആ കുട്ടികൾ എന്നുള്ളത് ചെറുപ്പത്തിൽ മരണപ്പെട്ട ഫിത്രത്തിലായിക്കൊണ്ട് മരണപ്പെട്ട കുട്ടികളാണെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഫഖാല ബഅദുൽ മുസ്ലിമീൻ, ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലുള്ളാഹി വ ഔലാദുൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ മക്കൾ അതിലുണ്ടാകുമോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔലാദുൽ മുശ്രിക്കീൻ വ ഔലാദുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ മക്കളും അതിലുണ്ട്. وأما القوم الذين كانوا شطر منهم حسن وشطر منهم قبيح فإنهم قوم خلطوا عملا صالحا وآخر سيئا تجاوز الله عنهم, ആ രൂപത്തിൽ ഒരു ഭാഗം ഭംഗിയുള്ളതും ഒരു ഭാഗം മോശമായിട്ട് രൂപത്തിൽ കണ്ട ആളുകൾ നന്മയും തിന്മയും ഒരുപോലെ ചെയ്തിരുന്ന ആളുകളാണ്. അവർക്ക് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിട്ടാണ് അരുവിൽ മുങ്ങി അവർ നല്ല അവസ്ഥയിൽ വന്നത് എന്ന് പറഞ്ഞു. ഇത് വളരെ വലിയൊരു ഹദീസാണ്. ഓരോ ഭാഗവും വിശദമായി മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ഈ ഫസ്ലുമായി ബന്ധപ്പെട്ട് ഈ ഹദീസിൽ കൊടുക്കാനുള്ള കാരണം നിസ്കാരം പാഴാക്കിയ വ്യക്തിക്കുണ്ടായിരുന്ന ശിക്ഷയുടെ ഉപമ പറഞ്ഞതാണ്. അഥവാ ഒരാൾ കിടക്കുന്നു, അയാളുടെ തലയിൽ കല്ലിട്ടുകൊണ്ട് അത് ചതഞ്ഞു പോകുന്ന, വീണ്ടും അത് എടുത്തു വരും, അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ് ആ വ്യക്തിക്ക് ശിക്ഷയുണ്ടാവുക. അതുകൊണ്ട് നിർബന്ധ നിസ്കാരത്തിന്റെ അത് പാഴാകാതെ അതിൽ ശ്രദ്ധ കൊടുത്ത് ഒരു കാരണവശാലും അത് ഒഴിവായി പോകാത്ത രീതിയിൽ നമ്മൾ നിസ്കാരത്തെ മുറുകെ പിടിക്കേണ്ടതുണ്ട്. ഇതോടുകൂടി കിതാബ് സ്വലാ ഇവിടെ അവസാനിച്ചു. അടുത്തത് കിതാബ് നവാഫിൽ, ഐച്ഛികമായിട്ടുള്ള നിസ്കാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹീഹ് തർഗീബ് തർഹീബിൽ അടുത്ത കിതാബ് നവാഫിൽ. കിതാബ് സ്വലാത്ത് കഴിഞ്ഞതിന് ശേഷം മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ഹദീസുകൾ ഇനി കൊടുക്കുന്നത് കിതാബ് നവാഫിൽ എന്നതിൻ്റെ കീഴിലാണ്. അഥവാ നഫ്ലുകൾ എന്ന് പറഞ്ഞാൽ ഐച്ഛികമായിട്ടുള്ള, നിർബന്ധമായതിനപ്പുറത്തേക്ക് നാം നിർവഹിക്കേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുള്ള, പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഐച്ഛികമായിട്ടുള്ള നിസ്കാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കിതാബിൽ കൊടുത്തിട്ടുള്ളത്. അതിലൊന്നാമത്തെ ഫസ്ൽ الترغيب في المحافظة على 12 ركعة من السنة في اليوم والليلة. രാവും പകലുമായിട്ട്, രാത്രിയിലും പകലിലുമായിട്ട് സുന്നത്തായ 12 റക്അത്തുകൾ അത് നിസ്കരിക്കാനും അത് കാത്തു സംരക്ഷിക്കാനും അത് സ്ഥിരതയോടുകൂടി സൂക്ഷിക്കാനുമുള്ള പ്രോത്സാഹനം നൽകുന്ന ഹദീസുകളാണ്. عن أم حبيبة رملة بنت أبي سفيان رضي الله عنهما قالت سمعت رسول الله صلى الله عليه وسلم يقول, أم حبيبة رضي الله عنها പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ما من عبد مسلم يصلي لله تعالى في كل يوم 12 ركعة, ഒരു മുസ്ലിമായ അടിമയുമില്ല, അവൻ അള്ളാഹുവിന് വേണ്ടി ഒരു ദിവസത്തിൽ 12 റക്അത്ത് നിസ്കരിക്കുകയാണ്. തതവ്വുഅൻ, ഐച്ഛികമായിട്ടുള്ളത്, ഗൈറ ഫരീള, നിർബന്ധമല്ലാത്ത 12 റക്അത്തുകൾ. ഇല്ലാ ബനല്ലാഹു തആല ലഹു ബൈതൻ ഫിൽ ജന്ന, അങ്ങനെ നിസ്കരിക്കുന്നവന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു ഭവനം പണിയുന്നതാണ്. ഔ ഇല്ലാ ബുനിയ ലഹു ബൈതൻ ഫിൽ ജന്ന, അതായത് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു ദിവസത്തിൽ പകലും രാത്രിയുമായിട്ട് 12 റക്അത്ത് സുന്നത്തായ നിസ്കാരം നിസ്കരിക്കുക. ഏതൊക്കെയാണത്? വേറൊരു റിവായത്തിൽ അത് ഏതൊക്കെയാണെന്ന് കൂടി വന്നിട്ടുണ്ട്. അർബഅൻ ഖബ്ല ദുഹർ, ദുഹറിന് മുമ്പ് 4 റക്അത്ത്, ഈ 2 റക്അത്ത് വീതം, അങ്ങനെ 4 റക്അത്ത്. വറക്അത്തൈനി ബഅദഹ, ദുഹറിന് ശേഷം 2 റക്അത്ത്, 6 റക്അത്തായി. വറക്അത്തൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, 8 റക്അത്തായി. വറക്അത്തൈനി ബഅദൽ ഇശാ, ഇശായിന് ശേഷം 2 റക്അത്ത്, അപ്പോൾ 10 റക്അത്തായി മുഴുവൻ. വറക്അത്തൈനി ഖബ്ല സ്വലാത്തിൽ ഗദാത്ത്, ഫജ്ർ, സ്വലാത്തുൽ ഗദാ ഉദ്ദേശിച്ചത് ഫജ്ർ സുബ്ഹ്, ഫജ്ർ നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത്. അപ്പോൾ ഇങ്ങനെ 12 റക്അത്തുകൾ ഒരാൾ കാത്തു സംരക്ഷിക്കുക, നിസ്കരിക്കുക, അതിൽ സ്ഥിരയോടുകൂടി അതിനെ സൂക്ഷിച്ച് കൊണ്ടുപോവുക, മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അവന് സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കപ്പെടാൻ കാരണമാകുന്ന കാര്യമാണ്. وعن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم من ثابر على 12 ركعة في اليوم والليلة دخل الجنة. ആരാണോ
രാത്രിയിലും പകലിലുമായിട്ട് 12 റക്അത്ത് സംരക്ഷിക്കുന്നത്, സ്ഥിരമായി അത് നിർവഹിക്കുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന. അർബഅൻ ഖബ്ല അദ്ദുഹർ വറകഅതൈൻ ബഅദഹ, ദുഹറിന് മുമ്പ് 4 ശേഷം 2 റക്അത്തും. വറകഅതൈൻ ബഅദൽ മഗ്രിബ് വറകഅതൈൻ ബഅദൽ ഇശാ, മഗ്രിബിനും ഇശായിനും ശേഷം ഈ 2 റക്അത്തുകൾ. വറകഅതൈൻ ഖബ്ല ഫജ്ർ, ഫജ്റിന് മുമ്പുള്ള 2 റക്അത്തുകൾ. അടുത്ത ഫസ്ൽ അൽ-തർഗീബ് ഫിൽ മുഹാഫളതി അലാ റക്അതൈൻ ഖബ്ല സുബ്ഹ്, ഫജ്ർ നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം അത് കാത്തു സംരക്ഷിക്കുക എന്നുള്ളത്. عن عائشة رضي الله عنها عن النبي صلى الله عليه وسلم قال ركعتا الفجر خير من الدنيا وما فيها. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, ഫജ്റിന്റെ 2 റക്അത്തുകൾ അഥവാ ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തായ നിസ്കാരങ്ങൾ ഖൈറും മിന ദുനിയ വമാ ഫീഹ, ദുനിയാവിനേക്കാളും അതിനകത്തുള്ളതിനേക്കാളെല്ലാം ഖൈറായതാണ് ആ 2 റക്അത്തുകൾ. ലഹുമ വറിവായത്തിൽ ലഹുമ അഹബ്ബു ഇലയ്യ മിന ദുനിയ ജമീഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് ദുനിയാവിനേക്കാളെല്ലാം പ്രിയപ്പെട്ടത് ഈ 2 റക്അത്ത് നിസ്കാരങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം. ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിന് പ്രത്യേകം 12 റക്അത്തിന് ഫദ്ലുണ്ട്, അതിൽ പ്രത്യേകം ഫദ്ൽ വന്നിട്ടുള്ളതാണ് ഈ 2 റക്അത്തുകൾ. വഅൻഹാ ഖാലത്ത്, മറ്റൊരു റിവായത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലം യകുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം على شيء من النوافل أشد تعاهدا منه على ركعتي الفجر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 2 റക്അത്തുകൾ അതിനെ ശ്രദ്ധിച്ചിരുന്നത് പോലെ, അതിനെ പരിഗണിച്ചിരുന്നത് പോലെ വേറെ ഒരു നഫിലായതിനെയും പ്രത്യേകം അത്ര അധികം ശ്രദ്ധിക്കുമായിരുന്നില്ല. കാരണം പ്രത്യേകം ആ 2 റക്അത്ത് നിസ്കാരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിക്കുമായിരുന്നു. മറ്റൊരു റിവായത്തിൽ മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഷൈഇൻ മിനൽ ഖൈരി أسرع منه إلى الركعتين قبل الفجر ولا إلى غنيمة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖൈറിലേക്ക് ധൃതി കാണിക്കുന്നത് ഈ 2 റക്അത്തിലേക്ക് കാണിക്കുന്നതിനേക്കാൾ മറ്റൊന്നിലേക്കും ഒരു ഖൈറായിട്ടുള്ള കാര്യത്തിലേക്ക് ധൃതി കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിന് ഗനീമത്താണെങ്കിലും യുദ്ധസ്വത്തായിട്ട് കിട്ടുന്നതാണെങ്കിലും അതിനേക്കാളൊക്കെ എല്ലാത്തിനേക്കാളും ഒരു ഖൈറിലേക്ക് ധൃതി കാണിക്കുന്നതിൽ ഈ 2 റക്അത്ത് നിസ്കാരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പരിഗണിക്കാറുണ്ടായിരുന്നു. وعن ابن عمر رضي الله عنهما قال رسول الله صلى الله عليه وسلم قل هو الله أحد تعدل ثلث القرآن قل هو الله أحد എന്നുള്ള അഥവാ സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിലെ 1/3 ആകുന്നതാണ്, 1/3 സ്ഥാനത്താണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, സൂറത്തുൽ കാഫിറൂൻ തഅദിലു റുബ്അൽ ഖുർആൻ, ഖുർആനിന്റെ 4/1 സ്ഥാനത്താണ് സൂറത്തുൽ കാഫിറൂൻ ഉള്ളത്. വകാന യഖറഉഹുമാ ഫീ റക്അതൈ അൽ ഫജ്ർ, ഈ 2 സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കാരത്തിൽ ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഈ 2 സൂറത്തുകൾ വളരെയധികം ശ്രേഷ്ഠതയുള്ള തൗഹീദിന്റെ 2 ഭാഗങ്ങളെ അറിയിക്കുന്ന സൂറത്താണ്. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തിന്റെ ലാ ഇലാഹ എന്നുള്ളത് നഫിയാണ്, ഇല്ലല്ലാഹ് എന്നുള്ളത് ഇസ്ബാത്താണ്. ലാ ഇലാഹ എന്നുള്ളത് അർക്കാനുകളാണ്. ആ ലാ ഇലാഹ എന്നുള്ളത് നഫീന്റെ സ്ഥാനത്ത് അതിനെ തഫ്സീർ ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ എന്നുള്ളത്. അതുപോലെ ഇല്ലല്ലാഹ് എന്നുള്ള ഇസ്ബാത്തിന്റെ ഭാഗത്തെ തഫ്സീർ ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പല പ്രത്യേക സന്ദർഭങ്ങളിലും ഒരു രാത്രിയുടെ ഏറ്റവും അവസാനത്തെ നിസ്കാരമായിട്ടുള്ള വിത്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 സൂറത്തുകൾ ഓതാറുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ പ്രഭാതത്തിൽ അല്ലെങ്കിൽ രാവിലെയിൽ ആദ്യത്തെ നിസ്കാരമായിട്ടുള്ള ഫജ്റിന് മുമ്പുള്ള ഈ 2 റക്അത്ത് സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തൗഹീദിന്റെ ഒരു പൂർത്തീകരണമായിട്ടുള്ള ഹജ്ജിൽ തവാഫ് കഴിഞ്ഞിട്ടുള്ള മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കുമ്പോൾ ഈ 2 റക്അത്ത് ഹജ്ജിലും ഉംറയിലും 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഈ സൂറത്തുകൾ പാരായണം ചെയ്യാറുണ്ട്. അപ്പോൾ തൗഹീദുമായിട്ടുള്ള ബന്ധം അറിയിക്കുന്ന, അതുപോലെ തന്നെ തൗഹീദിന്റെ ആശയങ്ങളെ, അർത്ഥങ്ങളെ, ഇൽമിയായതും അമലിയായ വശങ്ങളെയും അതുപോലെ എല്ലാം അറിയിക്കുന്ന 2 സൂറത്തുകളാണ് ഈ 2 സൂറത്തുകൾ എന്നുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്റിന് മുമ്പുള്ള സുന്നത്തിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഐച്ഛികമായ നിസ്കാരങ്ങളിൽ 12 റക്അത്ത് നിസ്കാരം അതിന് ഫദ്ലുണ്ട്. ഫജ്റിന്റെ 2 റക്അത്തിന് പ്രത്യേകം ഫദ്ൽ വന്നിട്ടുണ്ട്. ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹീഹ് തർഗീബ് തർഹീബിൽ
അടുത്ത കിതാബ് നവാഫിൽ. കിതാബ് സ്വലാത്ത് കഴിഞ്ഞതിന് ശേഷം മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ഹദീസുകൾ ഇനി കൊടുക്കുന്നത് കിതാബ് നവാഫിൽ എന്നതിൻ്റെ കീഴിലാണ്. അഥവാ നഫ്ലുകൾ എന്ന് പറഞ്ഞാൽ ഐച്ഛികമായിട്ടുള്ള നിർബന്ധമായതിനപ്പുറത്തേക്ക് നാം നിർവഹിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുള്ള പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഐച്ഛികമായിട്ടുള്ള നിസ്കാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കിതാബിൽ കൊടുത്തിട്ടുള്ളത്. അതിലൊന്നാമത്തെ ഫസ്ൽ الترغيب في المحافظة على 12 ركعة من السنة في اليوم والليلة. രാവും പകലുമായിട്ട്, രാത്രിയിലും പകലിലുമായിട്ട് സുന്നത്തായ 12 റക്അത്തുകൾ അത് നിസ്കരിക്കാനും അത് കാത്തു സംരക്ഷിക്കാനും അത് സ്ഥിരതയോടുകൂടി സൂക്ഷിക്കാനുമുള്ള പ്രോത്സാഹനം നൽകുന്ന ഹദീസുകളാണ്. عن أم حبيبة رملة بنت أبي سفيان رضي الله عنهما قالت سمعت رسول الله صلى الله عليه وسلم يقول. أم حبيبة رضي الله عنها പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. ما من عبد مسلم يصلي لله تعالى في كل يوم 12 ركعة. ഒരു മുസ്ലിമായ അടിമയുമില്ല, അവൻ അള്ളാഹുവിന് വേണ്ടി ഒരു ദിവസത്തിൽ 12 റക്അത്ത് നിസ്കരിക്കുകയാണ്. തതവ്വുഅൻ, ഐച്ഛികമായിട്ടുള്ളത്, ഗൈറ ഫരീള, നിർബന്ധമല്ലാത്ത 12 റക്അത്തുകൾ. ഇല്ലാ ബനല്ലാഹു തആല ലഹു ബൈതൻ ഫിൽ ജന്ന. അങ്ങനെ നിസ്കരിക്കുന്നവന് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗത്തിൽ ഒരു ഭവനം പണിയുന്നതാണ്. ഔ ഇല്ലാ ബുനിയ ലഹു ബൈതൻ ഫിൽ ജന്ന, അതായത് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു ദിവസത്തിൽ പകലും രാത്രിയുമായിട്ട് 12 റക്അത്ത് സുന്നത്തായ നിസ്കാരം നിസ്കരിക്കുക. ഏതൊക്കെയാണത്? വേറൊരു റിവായത്തിൽ അത് ഏതൊക്കെയാണെന്ന് കൂടി വന്നിട്ടുണ്ട്. അർബഅൻ ഖബ്ല ദുഹർ, ദുഹറിന് മുമ്പ് 4 റക്അത്ത്, ഈ 2 റക്അത്ത് വീതം, അങ്ങനെ 4 റക്അത്ത്. വറക്അത്തൈനി ബഅദഹ, ദുഹറിന് ശേഷം 2 റക്അത്ത്, 6 റക്അത്തായി. വറക്അത്തൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, 8 റക്അത്തായി. വറക്അത്തൈനി ബഅദൽ ഇശാ, ഇശായിന് ശേഷം 2 റക്അത്ത്, അപ്പോൾ 10 റക്അത്തായി മുഴുവൻ. വറക്അത്തൈനി ഖബ്ല സ്വലാത്തിൽ ഗദാത്ത്, ഫജ്ർ, സ്വലാത്തുൽ ഗദാ ഉദ്ദേശിച്ചത് ഫജ്ർ സുബ്ഹ്, ഫജ്ർ നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത്. അപ്പോൾ ഇങ്ങനെ 12 റക്അത്തുകൾ ഒരാൾ കാത്തു സംരക്ഷിക്കുക, നിസ്കരിക്കുക, അതിൽ സ്ഥിരതയോടുകൂടി അതിനെ സൂക്ഷിച്ച് കൊണ്ടുപോവുക, മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അവന് സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കപ്പെടാൻ കാരണമാകുന്ന കാര്യമാണ്. وعن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم من ثابر على 12 ركعة في اليوم والليلة دخل الجنة. ആരാണോ രാത്രിയിലും പകലിലുമായിട്ട് 12 റക്അത്ത് സംരക്ഷിക്കുന്നത്, സ്ഥിരമായി അത് നിർവഹിക്കുന്നത്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അർബഅൻ ഖബ്ല ദുഹർ വറക്അത്തൈനി ബഅദഹ, ദുഹറിന് മുമ്പ് 4, ശേഷം 2 റക്അത്തും. വറക്അത്തൈനി ബഅദൽ മഗ്രിബ് വറക്അത്തൈനി ബഅദൽ ഇശാ, മഗ്രിബിനും ഇശായിന് ശേഷം ഈ 2 റക്അത്തുകൾ. വറക്അത്തൈനി ഖബ്ലൽ ഫജ്ർ, ഫജ്റിന് മുമ്പുള്ള 2 റക്അത്തുകൾ. അടുത്ത ഫസ്ൽ അൽ തർഗീബ് ഫിൽ മുഹാഫളത്തി അലാ റക്അത്തൈനി ഖബ്ല സുബ്ഹ്, ഫജ്ർ നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം അത് കാത്തു സംരക്ഷിക്കുക എന്നുള്ളത്. عن عائشة رضي الله عنها عن النبي صلى الله عليه وسلم قال ركعتا الفجر خير من الدنيا وما فيها. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, ഫജ്റിന്റെ 2 റക്അത്തുകൾ അഥവാ ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തായ നിസ്കാരങ്ങൾ ഖൈറും മിന ദുനിയ വമാ ഫീഹ, ദുനിയാവിനേക്കാളും അതിനകത്തുള്ളതിനേക്കാളെല്ലാം ഖൈറായതാണ് ആ 2 റക്അത്തുകൾ. ലഹുമ, റിവായത്തിൽ ലഹുമ അഹബ്ബു ഇലയ്യ മിന ദുനിയ ജമീഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് ദുനിയാവിനേക്കാളെല്ലാം പ്രിയപ്പെട്ടത് ഈ 2 റക്അത്ത് നിസ്കാരങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം. ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിന് പ്രത്യേകം, 12 റക്അത്തിന് ഫദ്ലുണ്ട്, അതിൽ പ്രത്യേകം ഫദ്ൽ വന്നിട്ടുള്ളതാണ് ഈ 2 റക്അത്തുകൾ. വഅൻഹാ ഖാലത്ത്, മറ്റൊരു റിവായത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലം യകുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ശൈഇൻ മിനൻ നവാഫിലി അശദ്ദ തആഹുദൻ മിൻഹു അലാ റക്അത്തൈൽ ഫജ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 2 റക്അത്തുകൾ അതിനെ ശ്രദ്ധിച്ചിരുന്നത് പോലെ, അതിനെ പരിഗണിച്ചിരുന്നത് പോലെ
വേറെ ഒരു നഫിലായതിനെയും പ്രത്യേകം അത്ര അധികം ശ്രദ്ധിക്കുമായിരുന്നില്ല. കാരണം പ്രത്യേകം ആ 2 റക്അത്ത് നിസ്കാരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിക്കുമായിരുന്നു. മറ്റൊരു റിവായത്തിൽ മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ശൈഇൻ മിനൽ ഖൈരി അസ്റഅ മിൻഹു ഇലാ റക്അതൈനി ഖബ്ല അൽ ഫജ്ർ വലാ ഇലാ ഗനീമത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖൈറിലേക്ക് ധൃതി കാണിക്കുന്നത് ഈ 2 റക്അത്തിലേക്ക് കാണിക്കുന്നതിനേക്കാൾ മറ്റൊന്നിലേക്കും ഒരു ഖൈറായിട്ടുള്ള കാര്യത്തിലേക്ക് ധൃതി കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിന് ഗനീമത്താണെങ്കിലും യുദ്ധസ്വത്തായിട്ട് കിട്ടുന്നതാണെങ്കിലും അതിനേക്കാളൊക്കെ എല്ലാത്തിനേക്കാളും ഒരു ഖൈറിലേക്ക് ധൃതി കാണിക്കുന്നതിൽ ഈ 2 റക്അത്ത് നിസ്കാരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പരിഗണിക്കാറുണ്ടായിരുന്നു. وعن ابن عمر رضي الله عنهما قال رسول الله صلى الله عليه وسلم قل هو الله أحد تعدل ثلث القرآن قل هو الله أحد എന്നുള്ള അഥവാ സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിലെ 1/3 ആകുന്നതാണ്. 1/3 സ്ഥാനത്താണ്. قل يا أيها الكافرون സൂറത്തുൽ കാഫിറൂൻ تعدل ربع القرآن ഖുർആനിന്റെ 4/1 സ്ഥാനത്താണ് സൂറത്തുൽ കാഫിറൂൻ ഉള്ളത്. وكان يقرأهما في ركعتي الفجر ഈ 2 സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കാരത്തിൽ ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഈ 2 സൂറത്തുകൾ വളരെയധികം ശ്രേഷ്ഠതയുള്ള തൗഹീദിന്റെ 2 ഭാഗങ്ങളെ അറിയിക്കുന്ന സൂറത്താണ്. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തിന്റെ ലാ ഇലാഹ എന്നുള്ളത് നഫിയാണ്, ഇല്ലല്ലാഹ് എന്നുള്ളത് ഇസ്ബാത്താണ്. ലാ ഇലാഹ എന്നുള്ളത് അർക്കാനുകളാണ്. ആ ലാ ഇലാഹ എന്നുള്ളത് നഫീന്റെ സ്ഥാനത്ത് അതിനെ തഫ്സീർ ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ എന്നുള്ളത്. അതുപോലെ ഇല്ലല്ലാഹ് എന്നുള്ള ഇസ്ബാത്തിന്റെ ഭാഗത്തെ തഫ്സീർ ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പല പ്രത്യേക സന്ദർഭങ്ങളിലും ഒരു രാത്രിയുടെ ഏറ്റവും അവസാനത്തെ നിസ്കാരമായിട്ടുള്ള വിത്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 സൂറത്തുകൾ ഓതാറുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ പ്രഭാതത്തിൽ അല്ലെങ്കിൽ രാവിലെയിൽ ആദ്യത്തെ നിസ്കാരമായിട്ടുള്ള ഫജ്റിന് മുമ്പുള്ള ഈ 2 റക്അത്ത് സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തൗഹീദിന്റെ ഒരു പൂർത്തീകരണമായിട്ടുള്ള ഹജ്ജിൽ തവാഫ് കഴിഞ്ഞിട്ടുള്ള മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കുമ്പോൾ ഈ 2 റക്അത്ത് ഹജ്ജിലും ഉംറയിലും 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഈ സൂറത്തുകൾ പാരായണം ചെയ്യാറുണ്ട്. അപ്പോൾ തൗഹീദുമായിട്ടുള്ള ബന്ധം അറിയിക്കുന്ന, അതുപോലെ തന്നെ തൗഹീദിന്റെ ആശയങ്ങളെ, അർത്ഥങ്ങളെ, ഇൽമിയായതും അമലിയായ വശങ്ങളെയും അതുപോലെ എല്ലാം അറിയിക്കുന്ന 2 സൂറത്തുകളാണ് ഈ 2 സൂറത്തുകൾ എന്നുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്റിന് മുമ്പുള്ള സുന്നത്തിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഐച്ഛികമായ നിസ്കാരങ്ങളിൽ 12 റക്അത്ത് നിസ്കാരം അതിന് ഫദ്ലുണ്ട്. സുബ്ഹി ഫജ്റിന്റെ 2 റക്അത്തിന് പ്രത്യേകം ഫദ്ൽ വന്നിട്ടുണ്ട്. ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹീഹ് തർഗീബ് വത്തർഹീബ് കിതാബ് النوافل അടുത്ത ഫസ്ൽ الترغيب في صلاة الوتر ما جاء في من لم يوتر. വിത്ർ നിസ്കാരത്തിന് പ്രോത്സാഹനം നൽകുന്ന ഹദീസും അതുപോലെ വിത്റാക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫസ്ലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഐച്ഛികമായ നിസ്കാരങ്ങളിൽ റവാത്തിബും സുന്നത്തും അതിൽ മുഅക്കദായതും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ഫസ്ലുകളിൽ പറഞ്ഞത്. അതുപോലെ തന്നെ നഫ്ലുകളിൽ വളരെയധികം ശ്രേഷ്ഠതയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന നിസ്കാരമാണ് വിത്റാക്കുക എന്നുള്ളത്. അഥവാ രാത്രിയുടെ അവസാനത്തിൽ ഒറ്റയായി നിസ്കരിക്കുക എന്നുള്ളത്. عن علي رضي الله عنه قال الوتر ليس بحتم كصلاتكم المكتوبة ولكن سن رسول الله صلى الله عليه وسلم وقال إن الله وتر يحب الوتر فأوتروا يا أهل القرآن. അലി റളിയല്ലാഹു അൻഹു പറയാണ്, അൽ വിത്റു ലൈസ ബിഹത്മിൻ കസലാത്തികുൽ മക്തൂബ. വിത്ർ എന്നുള്ളത് നിങ്ങൾ 5 വഖ്ത് നിസ്കാരം പോലെ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള ഒന്നല്ല. അഥവാ അതിന്റെ ഹുക്മ് അത് നിർബന്ധമാണ് എന്നുള്ളതല്ല. വലാകിൻ സന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുള്ളതാണ്. വഖാല, അവിടുന്ന് പറഞ്ഞു, ഇന്ന അല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിത്റാണ്, ഏകനാണ്, ഒറ്റയാണ്. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു വിത്റിനെ. ഫൗതിറു യാ അഹ്ലൽ ഖുർആൻ. അതുകൊണ്ട് ഖുർആനിന്റെ ആളുകളെ, അഥവാ മുസ്ലിമീങ്ങളെ പ്രത്യേകമായിട്ട് വിളിച്ചു പറയാതെ നിങ്ങൾ വിത്ർ നിസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ വിത്റിന് ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയുടെ അവസാനത്തിലാണ്.
ഇനി ആരെങ്കിലും ആ സമയത്ത് എഴുന്നേൽക്കില്ല എന്ന് ഭയപ്പെടുകയാണെങ്കിൽ അവർക്ക് രാത്രിയുടെ ആദ്യത്തിൽ തന്നെ നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, ഉറങ്ങാവുന്നതാണ്. അപ്പോൾ ഒറ്റയായി നിസ്കരിക്കുക എന്നുള്ളത്, ഒറ്റയാക്കിക്കൊണ്ട് അവസാനത്തിൽ നിസ്കരിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വിശ്വാസമായ യാത്രയിൽ പോലും ഒഴിവാക്കാതിരുന്ന നിസ്കാരമാണ്. وعن جابر رضي الله عنه قال قال رسول الله صلى الله عليه وسلم من خاف أن لا يقوم من آخر الليل فليوتر أوله. നേരത്തെ പറഞ്ഞത് വിശ്വാസം പറയാണ്, ആരെങ്കിലും പിന്നെ രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കില്ല എന്ന് ഭയപ്പെടുകയാണെങ്കിൽ അവൻ രാത്രിയുടെ ആദ്യത്തിൽ വിത്തറാക്കട്ടെ. ومن طمع أن يقوم آخره فليوتر آخر الليل. ആർക്കാണോ രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷയുള്ളത് അവൻ അവസാനത്തിൽ വിത്തറാക്കട്ടെ. فإن صلاة آخر الليل مشهودة محظورة. രാത്രിയുടെ അവസാനത്തിൽ നിസ്കാരം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. കാരണം ആ സമയത്തിന്റെ പ്രത്യേകത അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്ന മഹത്തായിട്ടുള്ള സമയമാണ്. വദാലിക അഫ്ളൽ, അതാണ് അഫ്ളലായിട്ടുള്ളത്. രാത്രിയുടെ അവസാനത്തിൽ നിസ്കരിക്കലാണ് അഫ്ളലായിട്ടുള്ളത്. എന്നാൽ അതിന് സാധിക്കില്ല, എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കില്ല എന്നെല്ലാം ഭയപ്പെടുന്നവർ രാത്രിയുടെ ആദ്യത്തിൽ തന്നെ വിത്ർ നിസ്കരിച്ച് ഉറങ്ങാവുന്നതാണ്. وعنه رضي الله عنه قال قال رسول الله صلى الله عليه وسلم يا أهل القرآن أوتروا فإن الله وتر يحب الوتر. ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസാണ്. നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിമുകളോട് വിത്റാക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, അള്ളാഹു അത് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എന്ന് അറിയിക്കുന്നു. വേറെ റിവായത്തിലും അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര. وعن أبي تميم الجشاني قال سمعت عمرو بن العاص رضي الله عنه يقول أخبرني رجل من أصحاب النبي صلى الله عليه وسلم أن رسول الله صلى الله عليه وسلم قال إن الله عز وجل زادكم صلاة فصلوها فيما بين العشاء إلى الصبح الوتر. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അധികരിപ്പിച്ചു തന്നിട്ടുള്ള നിസ്കാരമാണ് ഇശാഇന്റെയും സുബഹിന്റെയും ഇടയിലുള്ളത്. അഥവാ രാത്രി നിസ്കാരവും വിത്ര എല്ലാം ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു, വിത്ര നിസ്കരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഗൗരവത്തിൽ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ട്, ഇപ്പൊ ഇമാം അഹ്മദൊക്കെ പറഞ്ഞത് കാണാം, വിത്ര വേണമെന്ന് വെച്ചുകൊണ്ട് ഒഴിവാക്കുന്ന ഒരാളെ സാക്ഷ്യം സ്വീകരിക്കാൻ പറ്റില്ല എന്ന നിലയ്ക്ക് വരെ ഗൗരവത്തിൽ പറഞ്ഞത് കാണാം. അത്രയും ഗൗരവത്തിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വിത്ര നിസ്കരിക്കുക എന്നുള്ളത്. الترغيب في أن ينام الإنسان طاهرا ناويا للقيام. ഒരാൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് അവൻ ശുദ്ധിയോടുകൂടിയും വുദുവോടുകൂടിയും അതുപോലെ തന്നെ രാത്രി നിസ്കാരം നിയ്യത്താക്കിക്കൊണ്ട് രാത്രി നിസ്കരിക്കണം എന്നുള്ള നിയ്യത്തോടുകൂടി കിടക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസുകൾ. عن ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من بات طاهرا بات في شعاره ملك. ആരാണോ രാത്രിയിൽ താഹിറായിക്കൊണ്ട് ഉറങ്ങുന്നത്, താഹിർ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ് ഉലമാക്കൾ പറയുന്നത്. ഒന്ന്, വുദുവോടുകൂടി നജസൊന്നുമില്ലാതെ ശുദ്ധിയായിക്കൊണ്ട്, എല്ലാ രീതിയിലും ശുദ്ധിയായിക്കൊണ്ട് വുദുവോടുകൂടി കിടക്കുക എന്നുള്ളത്. രണ്ട്, ബാത്തിനായിട്ടുള്ള ശുദ്ധി, പാപങ്ങളിൽ നിന്നെല്ലാം തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് ഖൽബിൽ ഒരാളോടും ഒരു മുസ്ലിമിനോടും വിദ്വേഷവും പകയും ഇല്ലാതെ ഖൽബിനെ ശുദ്ധീകരിച്ചുകൊണ്ട്. ഈ രണ്ടവസ്ഥയിൽ ആരാണോ രാത്രി കിടക്കുന്നത്, ബാത ഫി ശിആരിഹി മലക്കുൻ, അവന്റെ വസ്ത്രത്തിനോട്, അവന്റെ വസ്ത്രം പോലെ അവനോട് അടുത്തുകൊണ്ടൊരു മലക്ക് ഉണ്ടാകും. ഫലാ യസ്തൈഖിദു ഇല്ലാ ഖാലൽ മലക്ക്, അവൻ ഏത് സമയത്ത് ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലും അല്ലെങ്കിൽ പിന്നെ എഴുന്നേൽക്കുമ്പോൾ വരെ മലക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ ഫഇന്നഹു ബാത താഹിറൻ. അല്ലാഹുവേ, ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണമേ, അവൻ ശുദ്ധിയോടുകൂടിയാണ് ഉറങ്ങിയിട്ടുള്ളത് എന്ന്. അപ്പോൾ വുദു എടുക്കുക എന്നുള്ളത് പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വേറെ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് ലാഹിറായിട്ടുള്ള ശുദ്ധിയാണ്. രഹസ്യങ്ങളിൽ നിന്ന് ശുദ്ധിയായി, വലിയ ശുദ്ധിയിൽ നിന്ന് ചെറിയ ശുദ്ധിയായ ഒരവസ്ഥയിൽ ഉറങ്ങുക എന്നുള്ളത്. അതിനു പുറമെ ഇവിടെ ബാത്തിനായിട്ടുള്ള പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം തൗബ ചെയ്ത് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് വണങ്ങി ഏത് സമയത്തും വേണ്ടതാണ്. എന്നാൽ ഉറക്കം എന്നുള്ളത് അഖുൽ മൗത്താണ്, മരണത്തിന്റെ സഹോദരനാണ്. ആ പേരിലാണ്, അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പൊ ആ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഉള്ളും ശുദ്ധിയാക്കി ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ മലക്കിന്റെ ഈ പ്രാർത്ഥന ഉണ്ടാകും. وعن معاذ بن جبل رضي الله عنه عن النبي صلى الله عليه وسلم قال ما من مسلم يبيت طاهرا فيتعار من الليل. ഒരു മുസ്ലിം അവൻ ശുദ്ധിയായിക്കൊണ്ട് വുദൂയിലായിക്കൊണ്ട് രാത്രി ഉറങ്ങുകയാണ്. അങ്ങനെ ഉറക്കത്തിൽ അവൻ എഴുന്നേറ്റു. ويسأل الله
ഫയസ്അലുല്ലാഹ ഖൈറൻ മിൻ അംരി ദുനിയ വൽ-ആഖിറ ഇല്ലാ ആതാഹുല്ലാഹു ഇയ്യാഹ്. ആ എഴുന്നേറ്റ സമയത്ത് അവൻ ദുനിയാവിലെയും പരലോകത്തിലെയും ഖൈറുകൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അത് നൽകാതിരിക്കുകയില്ല, അള്ളാഹു അത് അവന് നൽകും എന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തുഹ്ഹിറു ഹാദിഹിൽ അജ്സാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഈ ശരീരങ്ങളെ ശുദ്ധിയാക്കുക. തുഹ്ഹറകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ്. فإنه ليس من عبد يبيت طاهرا إلا بات معه في شعاره ملك. ഒരു അടിമ അവൻ വുളുവോടുകൂടി ശുദ്ധിയായിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ അവനോട് ചേർന്ന് മലക്കുണ്ടാകും. ولا ينقلب ساعة من الليل إلا قال. രാത്രിയിലെ ഒരു സമയവും ഉണ്ടാവുകയില്ല മലക്ക് പറയാതെ اللهم اغفر لعبدك فإنه بات طاهرا. അല്ലാഹു ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണമേ, അവൻ ശുദ്ധിയായിട്ടാണ് ശുദ്ധിയോടുകൂടിയാണ് ഉറങ്ങിയിട്ടുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കും, ഒരു മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് രാത്രി മുഴുവൻ. നമ്മൾ ആകേണ്ട ചെയ്താൽ മതി, വുദു എടുത്ത് ഇഖ്ലാസോടുകൂടി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു മലക്കിന്റെ പ്രാർത്ഥനയാണ് രാത്രി മുഴുവൻ നമുക്ക് ലഭിക്കുക. وعن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم قال ما من امرئ تكون له صلاة بليل فيغلبه عليها نوم. ഒരു അടിമ അവൻ രാത്രി നിസ്കരിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അവന് ഉറങ്ങിപ്പോയി, എഴുന്നേൽക്കാൻ സാധിച്ചില്ല. ഇല്ലാ കതബല്ലാഹു ലഹു അജ്റ സലാത്തിഹി. അങ്ങനെ അവൻ ഉറങ്ങിപ്പോയത് കാരണം രാത്രി നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവൻ നിയത്ത് വെച്ചിട്ടാണ് കിടന്നത്, നിസ്കരിക്കുന്ന ആളാണ്, ആ ഉദ്ദേശിച്ചിട്ട് കിടന്നാണ്, പക്ഷെ ഉറങ്ങിപ്പോയി, അവന്റെ മേലെ അല്ലാഹു തആല ആ നിസ്കാരം രേഖപ്പെടുത്തും. വകാന നൗമുഹു അലൈഹി സദഖത്തുൻ. അവന്റെ വകാന നൗമുഹു അലൈഹി സദഖത്തൻ. അവന്റെ ആ ഉറക്കം എന്നുള്ളത് അവനുള്ള ഒരു സദഖയാണ്. അവൻ പ്രവർത്തനം ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അവൻ സ്ഥിരമായി ചെയ്യുന്നത് കൊണ്ടും ആ ഉദ്ദേശത്തിൽ കടന്നതുകൊണ്ടും അവൻ ഉറങ്ങിപ്പോയത് കാരണം അവൻ നിസ്കരിച്ചതായി രേഖപ്പെടുത്തും. وعن أبي الدرداء رضي الله عنه يبلغ به النبي صلى الله عليه وسلم قال من أتى فراشه وهو ينوي أن يقوم يصلي من الليل. ഒരാൾ അവന്റെ കിടപ്പറയിൽ എത്തുകയാണ്, കിടക്കാൻ പോവുകയാണ്, അവന്റെ നിയത്തുണ്ട് രാത്രി നിന്ന് നിസ്കരിക്കണം എന്നുള്ള നിയത്തോടു കൂടിയാണ്. ഫഗലബത്ഹു ഐനുഹു ഹത്താ അസ്ബഹ. പക്ഷേ പ്രഭാതമാകുന്നവരെ, സുബ്ഹ ആകുന്നവരെ അവൻ ഉറങ്ങിപ്പോയി. കുതിബ ലഹു മാ നവ. അവൻ എന്താണോ നിയത്ത് വെച്ചത് അത് സത്യസന്ധമാണെങ്കിൽ അതവിടെ രേഖപ്പെടുത്തും. വകാന നൗമുഹു സദഖതൻ അലൈഹി മിൻ റബ്ബിഹി. അവന്റെ ഉറക്കം അല്ലാഹുവിൽ നിന്നുള്ള ഒരു സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുക. ഇതേ ആശയത്തിലുള്ള മറ്റൊരു ഹദീസിൽ വഅൻ അബീ ദർദിൻ ഔ അബി ദർദാ ശക്ക ശുഅബ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ദർദാഓ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്, മാ മിൻ അബ്ദിൻ യുഹദ്ദിസു നഫ്സഹു ബിഖിയാമി സഅത്തിൻ മിനൽ ലൈൽ. ഒരാൾ അവനവന്റെ സ്വന്തത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട് രാത്രിയിൽ നിസ്കരിക്കണമെന്ന്, മിനൽ ലൈൽ ഫയനാമു അൻഹ, പക്ഷെ അവൻ ഉറങ്ങിപ്പോയി. ഇല്ലാ കാന നൗമുഹു സദഖതൻ തസദ്ദഖല്ലാഹു ബിഹാ അലൈഹി. അവന്റെ ഉറക്കം അല്ലാഹു അവന് നൽകിയൊരു സദഖയാണ്. വകതബ ലഹു അജ്റ മാ നവ. അവൻ നിയ്യത്ത് വെച്ചത് അവന് രേഖപ്പെടുത്തുകയും ചെയ്യും. അപ്പോ ഇതിൽ പറഞ്ഞത് ഒന്ന്, രാത്രി താഹിറായിക്കൊണ്ട് ശുദ്ധിയോടുകൂടി അകവും പുറവും എല്ലാം നല്ല അവസ്ഥയിലായിക്കൊണ്ട് ഉറങ്ങിയാൽ മലക്കിന്റെ ദുആ പ്രഭാതം വരെ ലഭിക്കുന്നതാണ്. രണ്ടാമത്തേത്, നമ്മൾക്ക് രാത്രി നിസ്കരിക്കാനുള്ള നിയ്യത്ത് സത്യസന്ധമാണ് എങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രതിഫലം ലഭിക്കും. അതുപോലെ സ്ഥിരമായി നിസ്കരിക്കുന്ന ആൾ എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരു ദിവസം സാധിച്ചില്ല, ഉറങ്ങിപ്പോയി, അങ്ങനെ എന്തെങ്കിലും അവൻ ആ നിയ്യത്ത്, അവന്റെ സത്യസന്ധമായ നിയ്യത്തുള്ളത് കൊണ്ട് അതിന് അല്ലാഹു തആല പ്രതിഫലം രേഖപ്പെടുത്തും എന്നുള്ളതാണ്. ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വഹീഹ് തർഗീബ് തർഹീബിൽ കിതാബ് നവാഫിലിലെ അടുത്ത ഫസ്ൽ الترغيب في كلمات يقولهن حين يأوي إلى فراشه وما جاء في من نام ولم يذكر الله تعالى. കിടപ്പറയിലേക്ക് എത്തുമ്പോൾ ചൊല്ലേണ്ടതായിട്ടുള്ള ദിക്റുകളിലും പറയേണ്ട കാര്യങ്ങളായിട്ട് വന്നിട്ടുള്ളതും അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കാത്ത അഥവാ ദിക്റുകൾ ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് വരുന്നത്. عن البراء بن عازب رضي الله عنه قال قال النبي صلى الله عليه وسلم. براء بن عازب رضي الله عنه ذكر النبي صلى الله عليه وسلم പറഞ്ഞു, إذا أتيت مضجعك, നീ നിന്റെ കിടപ്പറയിൽ എത്തിക്കഴിഞ്ഞാൽ, കിടക്കുന്ന സ്ഥലത്ത് അഥവാ നീ കിടക്കാൻ ഒരുങ്ങുന്ന സമയത്ത്, ഫതവദ്ദ വുദൂഅക ലിസ്സലാ, നീ ഉറങ്ങാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നീ നിസ്കാരത്തിന് വുദു എടുക്കുന്നത് പോലെ വുദു എടുക്കുക. ثم التجع على شقك الأيمن,
എന്നിട്ട് നിന്റെ വലതുഭാഗത്തേക്ക് ചിരിഞ്ഞു കിടക്കുക. തുമ്മ ഖാല, എന്നിട്ട് തുമ്മ ഖുൽ, എന്നിട്ട് നീ പറയുക അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക്, അല്ലാഹുവേ ഞാൻ എൻ്റെ നഫ്സിനെ നിന്നിലേക്ക് കീഴൊതുക്കിയിരിക്കുന്നു. വജ്ജഹ്തു വജ്ഹി ഇലൈക്, എൻ്റെ മുഖത്തെ നിന്നിലേക്ക് നയിച്ചിരിക്കുന്നു. വഫവ്വൽതു അംരി ഇലൈക്, എൻ്റെ കാര്യങ്ങളെല്ലാം നിന്നിലേക്ക് ഉയർത്തിയേൽപ്പിച്ചിരിക്കുന്നു. വൽജഅതു ദഹ്രി ഇലൈക്, എൻ്റെ മുതുകിനെ നിന്നിലേക്ക് ചേർത്തിയിരിക്കുന്നു. പൂർണ്ണമായി കീഴൊതുങ്ങിയിരിക്കുന്നു, ആവശ്യക്കാരനാണ് എന്ന്. റഗ്ബതൻ വറഹ്ബതൻ ഇലൈക്, നിന്നിലുള്ള പ്രതീക്ഷയാലും നിന്നെക്കുറിച്ചുള്ള ഭയത്താലും. ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക്, നിന്നിൽ നിന്ന് നീയല്ലാതെ ഒരു അഭയമോ ഒരു രക്ഷയോ ഇല്ല. ആമൻതു ബി കിതാബിക അല്ലദീ അൻസൽത, അതായത് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു രക്ഷിച്ചാലല്ലാതെ സാധിക്കില്ല. ആമൻതു ബി കിതാബിക അല്ലദീ അൻസൽത, നീ ഇറക്കിയ കിതാബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വനബിയിക അല്ലദീ അർസൽത, നീ നിയോഗിച്ച റസൂലിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു. ഇത് ദുആണ്. രാത്രി കിടക്കുമ്പോൾ ചൊല്ലേണ്ട ദുആകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു ദുആണ് ഈ പറഞ്ഞിട്ടുള്ളത്. വേറെയും ധാരാളം ദുആകൾ വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ദുആ പറഞ്ഞിട്ട് പറഞ്ഞു ഫഇൻ മുത്ത മിൻ ലൈലതിക ഫഅൻത അലൽ ഫിത്ര, ഇത് പറഞ്ഞുകൊണ്ട് നീ ഉറങ്ങുമ്പോൾ ആ രാത്രിയിൽ നീ മരണപ്പെടുകയാണെങ്കിൽ നീ ഫിത്രത്തിലായിക്കൊണ്ടാണ് മരണപ്പെടുക, അഥവാ ശരിയായ ഇസ്ലാമിലും അതുപോലെ തന്നെ ആ രീതിയിലാണ് മരണപ്പെടുക. വജ്അൽഹുന്ന ആഖിറ മാ തതകല്ലം ബിഹി, നീ ഈ ദുആ നീ രാത്രി പറയുന്നതിൽ ഏറ്റവും അവസാനത്തേതാകാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ആക്കുക. അവസാനം ഈ ദുആ പറഞ്ഞുകൊണ്ട് കിടക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഖാല ബറാ ഇബ്നു അസിബ് റളിയല്ലാഹു അൻഹു പറയാണ് ഫറദത്തുഹാ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തിരിച്ച് പറഞ്ഞു കൊടുത്തു. അഥവാ പഠിക്കാൻ വേണ്ടി, പഠിച്ചിട്ടുണ്ട് എന്ന് നോക്കാൻ വേണ്ടി, ശരിയാണോ നോക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തു. ഫലമ്മ ബലഗ്തു ആമൻതു ബി കിതാബിക അല്ലദീ അൻസൽത, അങ്ങനെ ആ ദുആന്റെ അവസാനത്തിൽ ആമൻതു ബി കിതാബിക അല്ലദീ അൻസൽത എന്നെത്തിയപ്പോൾ ഖുൽതു വറസൂലിക അല്ലദീ, അതായത് വനബിയിക അല്ലദീ അർസൽത എന്നുള്ളതിന് പകരം വറസൂലിക എന്നീ സഹാബി പറഞ്ഞു. ഖാല ലാ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ല, വനബിയിക അല്ലദീ അർസൽത, നീ നിയോഗിച്ച നബി, റസൂൽ എന്നുള്ള വാക്കല്ല നബി എന്നുള്ള പദം തന്നെ ഉപയോഗിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഈ ദുആ കൊണ്ടുള്ള മഹത്തായിട്ടുള്ള നേട്ടം ഇത് അവസാനത്തിലാക്കിക്കൊണ്ട് പറയുക. അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഫിത്രത്തിലായിക്കൊണ്ടാണ് അയാൾ മരണപ്പെടുക എന്ന്. വേറെ റിവായത്തിൽ ഇത്ര കൂടി കാണാം, അതേ ആശയം തന്നെ. ഫഇന്നക ഇൻ മുത്ത മിൻ ലൈലതിക മുത്ത അലൽ ഫിത്ര വഇൻ അസ്ബഹത അസബ്ത ഖൈറൻ, ഇനി നീ മരണപ്പെടാതെ രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ ഖൈറിലായിക്കൊണ്ടാണ് നീ എഴുന്നേൽക്കുക എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇതുപോലെയുള്ള ദുആകൾ ഓരോ ദുആനും ഓരോ ഫضലും അല്ലെങ്കിൽ പ്രത്യേകതകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ സമയത്ത് അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് വളരെ മഹത്തായിട്ടുള്ള ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു റിവായത്തിൽ കാണാം ഹദ്ദസന അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അന്ന ഫാത്തിമത ഇഷ്തകത് മാ തലഖ മിൻ അർറഹാ ഫി യദിഹാ, ഫാത്തിമ റളിയല്ലാഹു അൻഹ തൻ്റെ ജോലിയും മറ്റുമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കയ്യിന് കുറച്ച് ബുദ്ധിമുട്ട്, ഒരുപാട് പണിയെടുക്കുന്നുണ്ട്, അതുകൊണ്ട് കയ്യിൽ വേദന അതുപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള പരാതിപ്പെടാറുണ്ടായിരുന്നു. വാത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സബിയുൻ, അപ്പോഴാണ് അറിഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ കുറച്ച് അടിമകൾ വന്നിട്ടുണ്ട്, തടവുകാരായിട്ട് അടിമകളുണ്ട് എന്ന്, കിട്ടിയിട്ടുണ്ട് എന്ന്. ഫൻതലഖത്, അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉപ്പയായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയി, ഏതെങ്കിലും ഒരു അടിമയെ കിട്ടാൻ വേണ്ടിയിട്ട്. ഫലം തജിദ്ഹു വലഖിയത് ആയിഷത, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ആയിഷ ബീവിനെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ എങ്ങോട്ടെങ്കിലും പോയതോ മറ്റോ ആയിരിക്കും. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടപ്പോൾ ഫഅഖ്ബറത്ഹ, കാര്യം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഞാൻ എന്തിനാണ് വന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. فلما جاء النبي صلى الله عليه وسلم أخبرته عائشة بمجيء فاطمة إليها, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫാത്തിമ വന്നിട്ടുണ്ടായിരുന്നു, അഥവാ മകൾ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്ന കാര്യത്തിനാണ് വന്നത് എന്നൊക്കെ രാത്രിയായപ്പോൾ പറഞ്ഞു. ഫജാഅ النبي صلى الله عليه وسلم إلينا,
അലി റളിയല്ലാഹു പറയാണ്, ആ രാത്രി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നു. വഖദ് അഖദ്നാ മവാജിഅന, ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നു. ഫദഹബ്ന നഖൂം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സമയത്ത് ഞങ്ങൾ എഴുന്നേൽക്കാൻ വേണ്ടി, കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി നിന്നപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ മക്കാനികുമാ, നിങ്ങളോട് കടന്നോളൂ, എഴുന്നേൽക്കണ്ട, കാരണം മകളാണ്, അതുപോലെ തന്നെ പിന്നെ പിതൃ സഹോദരന്റെ മോനാണ്, മരുമകനാണ്, അപ്പോൾ നിങ്ങൾ അവിടെ തന്നെ കടന്നാൽ മതി എന്ന് പറഞ്ഞു. ഫഖഅദ ബൈനനാ ഹത്താ വജദ്തു ബർദ ഖദമൈഹി അലാ സദ്രി, അങ്ങനെ അവർ രണ്ടുപേരെയും നടുവിലായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. അവർ കിടക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കിടപ്പറയിലാണ്, അവർ രണ്ടുപേരും നടുവിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിന്റെ തണുപ്പ് അവർക്ക് അറിയാനുണ്ടായിരുന്നു. പിന്നെ ثم قال, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഅല്ലിമുക്കും ഖൈറൻ മിമ്മാ സഅൽതുമാ ഇദാ അഖൽതുമാ മൽജഅകുമാ, നിങ്ങൾ എന്നോട് ചോദിച്ചതിനേക്കാൾ, അഥവാ ഒരു ജോലിക്കാരനെ ചോദിച്ചതിനേക്കാൾ ഖൈറായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കിടക്കുന്ന സമയത്ത് ചെല്ലാനായിട്ട് പറഞ്ഞു, അൻ തകബ്ബറല്ലാഹ 34, കിടക്കാൻ കിടപ്പറയിലേക്ക് എത്തുന്ന സമയത്ത് 34 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുക. വതസബ്ബിഹാഹു 33, 33 തവണ അൻ തുകബ്ബിറല്ലാഹ 34 വതുസബ്ബിഹാഹു 33, 33 തവണ സുബ്ഹാനല്ലാഹ് പറയുക. വതഹ്മദാഹു 33, 33 തവണ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. ഫഹുവ ഖൈറുൻ ലകുമാ മിൻ ഖാദിമിൻ, അതാണ് നിങ്ങൾക്ക് ഒരു അടിമയെ ലഭിക്കുന്നതിനേക്കാൾ പിന്നെ ഖൈറായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു. ഇത് അതായത് രാത്രി ഈ 34 തവണ അല്ലാഹു അക്ബർ എന്നും 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ് എന്ന് പറയൽ ഒരു അടിമയെ ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ് എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെടുക്കുകയാണ്. ഇതിന്റെ ചില റിവായത്തുകളിൽ ഫാത്തിമ ബീവി പിന്നീട് പറയുന്നുണ്ട്, ഇത് ഞാൻ ശീലമാക്കിയതിന് ശേഷം എൻ്റെ ജോലികൾ എനിക്ക് എളുപ്പമാകാറുണ്ടായിരുന്നു എന്ന് ഫാത്തിമ ബീവി പറയുന്ന ചില റിവായത്തുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എല്ലാം വിശദീകരിക്കുന്നുണ്ട്, അള്ളാഹുവിനെ ഈ രാത്രിയിൽ ഈ ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവന് പകലിൽ അവന്റെ ഇബാദത്തുകൾ എളുപ്പമാകും, മറ്റുള്ള ജോലികൾ എളുപ്പമാകും എന്ന നിലക്കൊക്കെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ വഅൻ ഫർവത്ത് ബിൻ നൗഫൽ അൻ അബീഹി റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലനൗഫൽ ഇഖ്റ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ثم نم على خاتمتها فإنها براءة من الشرك, നീ രാത്രിയിൽ സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യുക, എന്നിട്ട് അതിലായിക്കൊണ്ട് ഉറങ്ങുകയും ചെയ്യുക, അത് ശിർക്കിൽ നിന്നുള്ള സംരക്ഷണമാണ് എന്ന് പറഞ്ഞു. അതായത് സൂറത്തുൽ കാഫിറിന്റെ പ്രത്യേകത ലാ ഇലാഹ എന്നുള്ള നഫി, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല, ആരാധനക്ക് അർഹനായിട്ട് ഒരാളും ഇല്ല എന്നുള്ള ആ നിഷേധം ഉറപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ എന്നുള്ളത്. അപ്പൊ രാത്രിയിൽ അത് പാരായണം ചെയ്യുക എന്നുള്ളത് ശിർക്കിൽ നിന്നുള്ള സംരക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹീഹ് തർജീബ് തർഹീബിലെ കിതാബുൻ നവാഫിലിൽ രാത്രി കിടക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്റുകളും അതുപോലെ അള്ളാഹുവിനെ സ്മരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളിൽ അടുത്തത് وعن عبد الله بن عمرو رضي الله عنهما عن النبي صلى الله عليه وسلم قال خصلتان أو خلتان لا يحافظ عليهما عبد مسلم إلا دخل الجنة. രണ്ട് കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഒരു മുസ്ലിം കാത്തു സൂക്ഷിക്കുകയാണ് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഹുമാ യസീറുൻ, അത് വളരെ എളുപ്പമുള്ളതാണ് രണ്ട് കാര്യങ്ങളും. വമൻ യഅമൽ ബിഹിമാ ഖലീലുൻ, പക്ഷേ അത് പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. എന്നിട്ട് ആ രണ്ട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസബ്ബിഹു ഫീ ദുബ്രി കുല്ലി സലാത്തിൻ 10 വയഹ്മദു 10 വയുകബ്ബിറു 10. എല്ലാ നിസ്കാര ശേഷവും 10 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയുക, 10 തവണ അൽഹംദുലില്ലാഹ് എന്ന് പറയുക, 10 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുക. ഫദാലിക 50 വ100 ബിൽ ലിസാൻ, അത് നാവിൽ അങ്ങനെ ഒരു നിസ്കാരത്തിന് ശേഷം ഈ 10 തവണ ഈ 3 ദിക്ർ എല്ലാ ഒരു ദിവസത്തിൽ 150 തവണ ഈ ദിക്റുകൾ പറഞ്ഞതായി. വ 1500 ഫിൽ മീസാൻ, മീസാനിലാണെങ്കിലോ
അത് 1500ഓളം കനം തൂങ്ങുന്നതാണ്. എന്നിട്ട് രണ്ടാമത്തെ കാര്യം പറഞ്ഞു, വയുക്കബ്ബിറു അർബഅൻ വസലാസീന ഇദാ അഖദ മൽജഅഹു. അവനവന്റെ കിടപ്പറയിലെത്തിയാൽ 34 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുക. വയഹ്മദു സലാസൻ വസലാസീൻ, 33 തവണ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. വയുസബ്ബിഹു സലാസൻ വസലാസീൻ, 33 തവണ സുബ്ഹാനല്ലാഹ് എന്നും പറയുക. ഫതിൽക മിഅത്തുൻ ബിൽ ലിസാൻ, അത് നാവുകൊണ്ട് 100 തവണ പറഞ്ഞ ദിക്റുകളായി. വഅൽഫുൻ ഫിൽ മീസാൻ, മീസാനിൽ അത് 1000 കനം തൂങ്ങുന്നതാണ്. ഫലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅഖിദുഹാ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കൈകൊണ്ട് ഇതിങ്ങനെ എണ്ണുന്നത് ഞാൻ കണ്ടു എന്ന് ഈ സഹാബി പറയാണ്. അപ്പൊ ഈ ഹദീസിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ. നിസ്കാരത്തിന് ശേഷമുള്ള നമ്മൾ സാധാരണ ചൊല്ലാറുള്ള തസ്ബീഹകളുണ്ട്, 33, 33, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ രൂപത്തിലും അതല്ലാതെ വ്യത്യസ്ത രൂപത്തിലും വന്നിട്ടുണ്ട്. അതിലുള്ള ഒരു രൂപമാണ് 10 തവണ സുബ്ഹാനല്ലാഹ്, 10 തവണ അൽഹംദുലില്ലാഹ്, 10 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുക. അതുപോലെ 25 തവണ സുബ്ഹാനല്ലാഹ്, 25 തവണ അൽഹംദുലില്ലാഹ്, 25 തവണ അല്ലാഹു അക്ബർ, 25 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെയൊക്കെ വ്യത്യസ്ത രൂപത്തിൽ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു രൂപമാണ് നിസ്കാരത്തിന് ശേഷം 10 തവണ ഈ 3 ദിക്റുകൾ ചൊല്ലുക എന്നുള്ളത്. രണ്ടാമത്തേത് കിടക്കുന്ന സമയത്താണ്. നമ്മൾ കഴിഞ്ഞ ഹദീസുകൾ പറഞ്ഞതുപോലെ ഫാത്തിമ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതുപോലെ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ എണ്ണി പറഞ്ഞു കൊടുത്തു. അപ്പോൾ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ ഹുമാ യസീറുൻ വമൻ യഅമൽ ബിഹിമാ ഖലീലുൻ, എന്താണ് റസൂലേ നിങ്ങൾ പറയാൻ കാരണം? ഇത് രണ്ടും എളുപ്പമാണ്, പക്ഷെ ചെയ്യുന്ന ആളുകൾ കുറവാണെന്ന് പറയാൻ എന്താ കാരണം? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി അഹദകും യഅനി അശ്ശൈത്താനു ഫീ മനാമിഹി, ഒരാൾ ഉറങ്ങാൻ കിടക്കുന്ന ആ സന്ദർഭത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുക്കിലേക്ക് ശൈത്താൻ വരും. ഫയുനവ്വിമുഹു ഖബ്ല അൻ യഖൂലഹു, ഈ ദിക്റുകൾ അഥവാ ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറയുന്നതിന് മുമ്പ് നിങ്ങളെ ഉറക്ക് വരുത്തുന്ന അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് വരുത്തുന്ന ആ അവസ്ഥ ഉണ്ടാകും. പിശാച് അത് ചെല്ലാൻ മറപ്പിച്ച് ഉറക്കത്തിലേക്ക് വരുത്തും. വയഅതീഹി ഫീ സ്വലാത്തിഹി ഫയുദക്കിറുഹു ഹാജതൻ ഖബ്ല അൻ യഖൂലഹാ, നിസ്കാരത്തിന് ശേഷം ഈ ദിക്റുകൾ ചെല്ലാൻ നിൽക്കുമ്പോൾ അത് ചൊല്ലുന്നതിന് മുമ്പ് തന്നെ വേറെന്തോ ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിക്കാനും പിശാച് ശ്രമിക്കും. അതുകൊണ്ടാണ് ഇത് എളുപ്പമാണെങ്കിലും ചെയ്യുന്ന ആളുകൾ കുറവായിരിക്കും എന്ന് പറയാനുള്ള കാരണം. ഇതിന്റെ വേറെ റിവായത്തിൽ ഈ പറഞ്ഞല്ലോ, നിസ്കാരത്തിന് ശേഷം 10 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ മീസാനിൽ അൽഫുൻ വഖംസുമിയ ഫിൽ മീസാൻ എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വയ്യുക്കും യഅമലു ഫിൽ യൗമി വല്ലൈല 2500 സയ്യിഅ, നിങ്ങളിൽ ആർക്കാണ് ഒരു ദിവസത്തിൽ 2500 പാപം ചെയ്യുന്ന ആളായിട്ട് ആരാ ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അതായത് ഇത് ചെല്ലിയാൽ തന്നെ മീസാനിൽ 1500ഓളം കനം തൂങ്ങുന്നുണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ പാപങ്ങളുടെ കനം തൂങ്ങണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യണം? പാപം ചെയ്ത ആളായി മാറണം. അപ്പൊ അത്രയും പ്രതിഫലമുണ്ട് എന്ന് അറിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഹീന യഅവി ഇലാ ഫിറാശിഹി, ആരെങ്കിലും അവന്റെ കിടപ്പറയിൽ എത്തിക്കഴിഞ്ഞാൽ, കിടക്കാനായി എത്തിക്കഴിഞ്ഞാൽ അവൻ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ ദുആ പിന്നെ ഈ ദിക്റുകൾ ഇത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഫിറത് ലഹു ദുനൂബുഹു ഔ ഖതായാ വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അതൊരു കടലിലെ തിരമാലകളുടെ നുരയോളമുണ്ടെങ്കിലും പുറത്തു കൊടുക്കുമെന്ന്. റിവായത്തിൽ ഗുഫിറത് ലഹു ദുനൂബുഹു ലൗ കാനത് അക്സർ മിൻ സബദിൽ ബഹർ, അതേ ആശയത്തിൽ തന്നെ. അപ്പോ ഇതും രാത്രി കിടക്കുമ്പോൾ ചൊല്ലാവുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകളാണ്. ഇത് വ്യത്യസ്തമായിട്ടുള്ള ധാരാളം ദുആകളും ദിക്റുകളും വന്നിട്ടുണ്ട്. അപ്പോ ദുആകളൊക്കെ മാറി മാറി ചൊല്ലുക എന്നുള്ളത് അതിന്റെ ആശയത്തെ മനസ്സിലാക്കാനും അത് ശ്രദ്ധയോടുകൂടി ചൊല്ലാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജീവിപ്പിക്കാനും എല്ലാം കാരണമാകുന്നതാണ്. عن أبي عبد الرحمن الحبلي قال, أخرج إلينا عبد الله بن عمرو قرطاسا وقال, كان رسول الله صلى الله عليه وسلم يعلمنا. ഒരിക്കൽ
അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു ഒരു ഏടുമായി കൊണ്ടുവന്നു. ഈ താബിഈ പറയാണ്, ഒരു ഏടുമായി ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് അതിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു, യഖൂൽ, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ച അല്ലാഹുവേ, ആലിമൽ ഗൈബി വശഹാദ, രഹസ്യവും പരസ്യവും ദൃശ്യവും അദൃശ്യവും എല്ലാം അറിയുന്നവനെ, അൻത റബ്ബു കുല്ലി ഷൈഇൻ, നീ എല്ലാത്തിന്റെയും റബ്ബാണ്, വ ഇലാഹു കുല്ലി ഷൈഇൻ, നീ എല്ലാത്തിന്റെയും ഇലാഹാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അഊദു ബിക മിനശ് ശൈത്വാനി വശിർകിഹി, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു പിശാചിൽ നിന്നും, പിശാച് നയിക്കുന്ന ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നുമെല്ലാം, വഅഊദു ബിക അൻ അഖ്തരിഫ അലാ നഫ്സി സൂഅൻ വഅജുറഹു ഇലാ മുസ്ലിം, ഞാൻ എൻ്റെ സ്വന്തത്തിനോ അല്ലെങ്കിൽ വേറെ ഒരു മുസ്ലിമിനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപദ്രവം അതിലേക്ക് നയിക്കുന്നതിലോ വരുത്തുന്നതിൽ നിന്നും രക്ഷ തേടുന്നു എന്നുള്ള ഈ ദുആ ഇത് പഠിപ്പിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ഖാല അബു അബ്ദുറഹ്മാൻ ഉദ്ധരിച്ച താബീ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുഹു അബ്ദുല്ലാഹ് ഇബ്നു അംർ യഖൂലു ദാലിക ഹീന യുരീദ് അയ്യനാം, ഇത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വഹാബിയെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. മറ്റൊരു ദുആ, വഅൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല ഇദാ അവ ഇലാ ഫിറാഷിഹി, ആരെങ്കിലും ഒരാൾ കിടപ്പറയിൽ എത്തിക്കഴിഞ്ഞാൽ, ഉറങ്ങാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ അവൻ പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ കഫാനി വ ആവാനി, അല്ലാഹുവിന് സ്തുതി, ഞങ്ങൾക്ക് മതിയായവൻ, ഞങ്ങൾക്ക് അഭയം നൽകുന്നവൻ, വൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി, അല്ലാഹുവിന് സ്തുതി, ഞങ്ങളെ ഭക്ഷിപ്പിച്ചവൻ, ഞങ്ങൾക്ക് വെള്ളം നൽകിയവൻ, വൽഹംദുലില്ലാഹില്ലദീ മന്ന അലയ്യ ഫഅഫ്ളല, അല്ലാഹുവിന് സ്തുതി, എൻ്റെ മേലെ ധാരാളം അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും ചൊരിഞ്ഞവൻ എന്ന് പറഞ്ഞാൽ, ഫഖദ് ഹമിദല്ലാഹ് ബിജമീഇ മഹാമിദിൽ ഖൽഖി കുല്ലിഹിം, അവൻ അള്ളാഹുവിനെ സ്തുതിച്ചിട്ടുള്ളത് എല്ലാ സൃഷ്ടികളിലെയും ആ ഒരു സ്തുതിയെ ഉൾക്കൊള്ളുന്ന അത്രയും മഹത്തായ വാക്കുകൾ കൊണ്ടാണ് അള്ളാഹുവിനെ സ്തുതിച്ചിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പൊ ഈ ദുആകളെല്ലാം അദ്കാറിന്റെയും മറ്റുമെല്ലാം കിതാബുകളിൽ നമുക്ക് കാണാവുന്നതും പഠിക്കാവുന്നതുമാണ്. അപ്പൊ രാത്രി ഉറങ്ങാൻ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് അഖുൽ മൗത്താണ്, മരണത്തിലേക്ക് പോകുന്നത് പോലെയുള്ളതാണ്. അള്ളാഹു തആല റൂഹിനെ ഏറ്റെടുക്കുന്നതാണ്, പിന്നീട് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അത് തിരിച്ചു നൽകുന്നത്. അപ്പൊ ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കണം നമ്മൾ ഉറങ്ങാൻ കിടക്കേണ്ടത്. അതിന് ഈ ദിക്റുകളും ഈ ദുആകളും എല്ലാം ഏറ്റവും ഉപകരിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം പഠിക്കാനും പകർത്താനും ശ്രമിക്കുക. ബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.